السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, ഉംദത്തുൽ അഹ്കാമിലെ ഹദീസുകളാണ് നമ്മൾ വായിച്ചു വരുന്നത്. റമദാനിന് മുമ്പ് അവസാനമായി നമ്മൾ നിർത്തിയത് കിതാബുൽ ഹജ്ജിലെ അവസാനത്തെ ഹദീസിലാണ്. നമ്മൾ പലതവണ പറഞ്ഞൊരു കാര്യമാണ്, കർമ്മശാസ്ത്രം അത് 4 പ്രധാനപ്പെട്ട അധ്യായങ്ങളായി വേർതിരിച്ചിട്ടുണ്ട്. ഇസ്ലാമിക കർമ്മശാസ്ത്രം അൽ ഫിഖ്ഹുൽ ഇസ്ലാമി 4 പ്രധാനപ്പെട്ട ഇനങ്ങളായി വേർതിരിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതും നമുക്കൊക്കെ എന്നും ആവശ്യമുള്ളത് ഫിഖ്ഹുൽ ഇബാദാത്താണ്, അഥവാ തഹാറത്തും നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജുമൊക്കെ തുടങ്ങിയ മസ്അലകൾ പഠിക്കുന്ന ഭാഗം. അപ്പം അതുവരെയാണ് നമ്മൾ ഇത്രയും നാൾ ഹദീസുകൾ വായിച്ചത്. പിന്നീടുള്ളത് രണ്ടാമത്തത് സഹോദരങ്ങളെ കിതാബുൽ മുആമലാത്താണ്, ഇടപാടുകൾ, അതുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ്. കച്ചവടവും അതുപോലെ തന്നെ വാടക, കടം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഹദീസുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. മൂന്നാമത്തേത് ഫിഖ്ഹുൽ ഉസ്റ എന്ന് പറയും, കുടുംബവുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ്. നിക്കാഹ്, തലാഖ്, ഖുൽഉ, ഫസ്ഖ് തുടങ്ങിയ കാര്യങ്ങളാണ് ആ അധ്യായങ്ങളിൽ പഠിക്കുക. നാലാമത്തേത് കിതാബുൽ ജിനായാത്താണ്, ഇസ്ലാമിക കോടതിയുള്ള സ്ഥലത്ത് ഖിസാസുമായി ബന്ധപ്പെട്ട പ്രതിക്രിയകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എങ്ങനെയാണ് ആ വിഷയങ്ങളിൽ ഒരു ഖാളി വിധിക്കുക, അതുമായി ബന്ധപ്പെട്ട മസ്അലകളാണ് ഫിഖ്ഹുൽ ജിനായാത്ത് എന്ന് പറയുന്നത്. നമ്മളതിൽ രണ്ടാമത്തെ ഫിഖ്ഹുൽ മുആമലാത്തിലാണ്, ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് നമ്മളുള്ളത്. പിന്നീട് കർമ്മശാസ്ത്രം 2 രൂപത്തിലാണ് പൊതുവെ ഇസ്ലാമിക ലോകത്ത് പഠിപ്പിക്കപ്പെടാറുള്ളത്. ഒന്ന് നാം ഈ ചെയ്യുന്നത് പോലെ തന്നെ ഹദീസുകൾ കൊടുത്തിട്ട് ഹദീസ് കിതാബിന്റെ ഗ്രന്ഥങ്ങളിലൂടെയാണ്. അതിൽപ്പെട്ടതാണ് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കിതാബാണ് ഉംദത്തുൽ അഹ്കാം എന്ന് പറയുന്നത്. അതുപോലെ ബുലൂഗുൽ മറാം പോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളെല്ലാം ഇസ്ലാമിക കർമ്മശാസ്ത്ര നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസുകളുള്ള കിതാബുകളാണ്. അങ്ങനെ ഫിഖ്ഹ് പഠിപ്പിക്കപ്പെടാറുണ്ട്. അതുപോലെ തന്നെ പഠിപ്പിക്കപ്പെടുന്ന മദ്ഹബുകളിലൊക്കെ പൊതുവെ കണ്ടുവരാറുള്ള രീതിയാണ് കർമ്മശാസ്ത്ര വിഷയവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ ഖുർആനിലും ഹദീസിലും വന്ന കാര്യങ്ങളെല്ലാം ചുരുക്കിക്കൊണ്ട് മത്നുകൾ എഴുതുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ട ഒരു അധ്യായത്തിൽ ത്വഹാറ, ഇപ്പൊ ത്വഹാറത്തിന് ഇന്ന വെള്ളം വേണം, ഈ രൂപത്തിൽ വേണം, ഇങ്ങനെയായിരിക്കും അതിന്റെ കാര്യം, അതിന് ഇന്ന നിബന്ധനകളുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങളെല്ലാം അവരെന്ത് ചെയ്യും, അവരുടേതായ ഭാഷയിൽ, ഖുർആനിലും ഹദീസിലും വന്ന തെളിവുകൾ അവരുടേതായ ഭാഷയിൽ അവർ എഴുതും. വളരെ കുറച്ചു മാത്രം ചിലയിടങ്ങളിൽ അവർ തെളിവുകൾ നൽകുന്ന രീതിയായിരിക്കും. പിന്നീട് അത് വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ ആ പറയുന്ന ഓരോ വാക്കിനും തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് അത് വിശദീകരിക്കുക എന്ന രീതിയാണ് ഉള്ളത്. ഇതിൽ ആദ്യത്തെ രീതിയാണ് നമ്മളിവിടെ ഇപ്പോൾ സ്വീകരിച്ചത്, ഹദീസ് കിതാബിൽ നിന്നും അതിന് പണ്ഡിതന്മാർ നൽകിയ വിശദീകരണങ്ങൾ പറയുക എന്നുള്ളതാണ്. ഈ 2 പഠന രീതിക്കും അതിൻ്റെതായ മെച്ചങ്ങളുണ്ട്. ഇപ്പം ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ പോകുമ്പോൾ അതിന് ഏറ്റവും വലിയ മെച്ചം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ പറയുന്ന ഓരോ കാര്യത്തിനും നമുക്ക് നേർക്കുനേരെ അതിന്റെ തെളിവുകൾ നമ്മൾ കാണുക. പ്രത്യേകിച്ച് ഉംദത്തുൽ അഹ്കാം പോലെയുള്ള ഈ ഗ്രന്ഥം ബുഖാരിയിലും മുസ്ലിമിലും മാത്രം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകൾ മാത്രമാണ് ഈ ഒരു ഗ്രന്ഥത്തിലുള്ളത്. അതിന്റെ പുറത്തുനിന്നുള്ള ഒരു ഹദീസില്ല. അതുകൊണ്ട് ഈ കിതാബിൽ പറയുന്ന എല്ലാ ഹദീസുകളും അത് സഹീഹായ ഹദീസ് മാത്രമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നമുക്കതിന് ചില പരിമിതികളുണ്ട്. ഇത്തരം ഹദീസ് ഗ്രന്ഥങ്ങൾ വായിക്കുന്ന സമയത്ത് അത് എല്ലാ വിഷയങ്ങളും ചിലപ്പോൾ ഹദീസിൽ നിന്നല്ല ഇസ്ലാമിക ലോകത്ത് നമുക്ക് തെളിവുകളായിട്ടുള്ളത്, ഖുർആനിൽ നിന്നുള്ള തെളിവുകൾ ഉണ്ടാകും. അതുപോലെ സഹാബികളുടെ ഇജ്മാവുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉണ്ടാകും. അതുപോലെ മുൻഗാമികൾ അഭിപ്രായപ്പെട്ട ജനങ്ങളുടെ അമലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിലെ എല്ലാ തെളിവുകളെയും ഒരുമിപ്പിക്കാൻ സാധിക്കുകയില്ല. ഒരു ഹെഡിങ് കൊടുത്തിട്ട് അതിൽ ഹദീസിൽ എന്തൊക്കെ വന്നിട്ടുണ്ട് എന്ന തെളിവുകളെ ഇതിൽ കാണുകയുള്ളൂ. എന്നാൽ നാം ആദ്യം പറഞ്ഞ മത്തനിന്റെ രീതിയിലാണെങ്കിൽ അവർ ഖുർആനിൽ നിന്ന് വന്ന തെളിവുകളും ഇജ്മാകളുമെല്ലാം ഉദ്ധരിക്കുന്നത് കാണാം. 2നും അതിൻ്റെതായ മെച്ചങ്ങളുണ്ട്.
ഇവിടെ കിതാബുൽ ബുയൂ ആണ്, മുആമലാത്തിലെ കിതാബുൽ ബുയൂ ആണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ആരംഭിക്കുന്നത്. കച്ചവടവുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ്. ചില പരിമിതി കാരണത്താൽ മുഴുവൻ കാര്യങ്ങളും ഈ ഹദീസുകളിലില്ല, അഥവാ ബുഖാരി മുസ്ലിമിൽ മാത്രം സ്ഥിരപ്പെട്ട ഹദീസുകളാണല്ലോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുആമലാത്തുമായി ബന്ധപ്പെട്ട ഇടപാടുകളുമായി ബന്ധപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില ആമുഖങ്ങൾ മറ്റു പല ഗ്രന്ഥങ്ങളിൽ നിന്നും നമ്മൾ വിശദീകരിച്ചതിന് ശേഷമായിരിക്കും ഇൻഷാ അല്ലാഹ് ഈ ഹദീസിലേക്ക് നമ്മൾ പ്രവേശിക്കുക. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു മുആമലാത്ത് എന്ന് പറയുന്ന വലിയ ഹെഡിങ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ മുആമലാത്തിൽ പിന്നെയും ഒരുപാട് ഉപശീർഷകങ്ങളുണ്ട് എന്ന് പറയാം. അതിൽപ്പെട്ടതാണ് മുആവലത്തുകൾ. മുആവലത്തുകൾ എന്ന് പറഞ്ഞാൽ കൊടുക്കൽ വാങ്ങലുകൾ. അത് കച്ചവടവും മറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിലാണ് വരിക. ആ അധ്യായങ്ങളായിരിക്കും ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുക. അതുപോലെ ഇങ്ങനെ അനന്തരാവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ വഖഫുകൾ, അതുപോലെ തന്നെ നമ്മൾ സമ്മാനങ്ങളായി നൽകുന്ന കാര്യങ്ങൾ, കൂട്ടുകച്ചവടങ്ങൾ, അതുപോലെ തന്നെ പരസ്പരം ജാമ്യം നിൽക്കുക പോലെയുള്ള കാര്യങ്ങൾ. ഇതിനെല്ലാം സഹോദരങ്ങളെ ഈ മുആമലാത്തിന്റെ വലിയ ഹെഡിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ്. അതിൽ മുആവലത്തുകളാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ആരംഭിക്കുന്നത്, അഥവാ കൊടുക്കൽ വാങ്ങലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെ കിതാബുൽ ബുയൂ എന്ന് പറയുമ്പോൾ കേവലം കച്ചവടം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ ബൈഇന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് നേർക്കുനേരെ നമുക്കൊക്കെ അറിയുന്ന കച്ചവടം എന്ന് പറയുന്ന അർത്ഥമുണ്ട്. എന്നാൽ അതിനു പുറമെ തന്നെ കിതാബുൽ ബുയൂ എന്ന് പറയുന്ന ഒരു പൊതുവായ അർത്ഥം, അതിൽ കച്ചവടം മാത്രമല്ല, അതിൽ ഈജാറുണ്ട്, അഥവാ വാടകകളുണ്ട്, കടം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, മത്സരങ്ങൾ, സബക്കുകളുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മുടെ കച്ചവടത്തിലേക്ക് നമുക്ക് ഇൻഷാ അല്ലാഹ് പ്രവേശിക്കാം. സഹോദരങ്ങളെ, മുആവദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമാണ് അൽ ബൈഅ് എന്ന് പറയുന്നത്, കച്ചവടം എന്ന് പറയുന്നത്. അതിന് പണ്ഡിതന്മാർ ചെറിയൊരു നിർവചനം കൊടുത്തിട്ടുണ്ട്. എന്താണ് കച്ചവടം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവർ പറയാറുള്ളത് മുആവദത്തു മാലിൻ ബിമാൽ അലാ വജ്ഹി തഅബീദ്. മുആവദത്തു മാലിൻ ബിമാൽ അലാ വജ്ഹി തഅബീദ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പണം കൊടുത്ത് അതിന് പകരമായി നമുക്ക് എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ഒരു വസ്തു കിട്ടും. അലാ വജ്ഹി തഅബീദ്, കാലാകാലത്തേക്കാണ്. നമ്മൾ ഒരു രൂപ കൊടുത്ത് ഒരു വസ്തു വാങ്ങിയാൽ അത് എന്നും ആ വസ്തുവിന്റെ ഉടമ നമ്മളാണ്. കാലാകാലത്തേക്ക് നമുക്കത് ഉപയോഗിക്കാം, നമ്മളാണ് അതിന്റെ മാലിക്. അതാണ് കച്ചവടം എന്ന് പറയുന്നത്. എന്നാൽ ഇജാറത്ത് എന്ന് പറയുന്നത് അവർ പറയും മുആവദത്തു മാലിൻ ബിമൻഫഅത്തിൻ മുഅഖ്ഖത എന്നാണ് പറയുക. അതാണ് വാടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണത്തിന് പകരമായി കൊടുക്കുന്നത് പകരമാണ്, ലഭിക്കുന്നത് ബിമൻഫഅത്തിൻ മുഅഖ്ഖത, ഒരു നിർണിത സമയത്തുള്ള ഉപകാരമായിരിക്കും ലഭിക്കുക. നമ്മളൊരു വാടക കെട്ടിടം നമ്മളതിന് പോയി കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ ആ കെട്ടിടം നമുക്ക് ലഭിക്കുന്നില്ല. ആ കെട്ടിടത്തിന്റെ നമ്മൾ ഏതാണോ നമുക്ക് വാടക തന്ന മുറി ഏതാണോ അതിന്റെ ഉപകാരം മാത്രമായിരിക്കും ലഭിക്കുക. അതുകൊണ്ട് തന്നെ നമുക്കിത് മറച്ചു വെക്കാനൊന്നും സാധിക്കുകയില്ല. നമുക്ക് ആ നിർണിത സമയത്തിൽ നമ്മൾ ഏർപ്പെട്ടിട്ടുള്ള കോൺട്രാക്റ്റിലുള്ള സമയത്തിലുള്ള ആ പറയപ്പെട്ട നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള ഉപകാരം മാത്രമാണ് നമുക്കവിടെ ലഭിക്കുന്നത്. അതാണ് ഇജാറത്ത് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഇനം ഖർദ് എന്ന് പറയും. ഖർദ് എന്ന് പറഞ്ഞാൽ കടാണ്. അതിനവർ കൊടുത്ത നിർവചനം ദഫ്ഉ മാലിൻ ലിമൻ യൻതഫു ബിഹി വയറുദ്ദു ബദലഹു. ആർക്കെങ്കിലും ഉപകാരത്തിന് ഒരു പണം നമ്മൾ കൊടുക്കും, വയറുദ്ദു ബദലഹു, എന്നിട്ട് അത് അവൻ അതിന്റെ പകരം പിന്നീട് തിരിച്ചു തരും. ഒരു സമയമൊക്കെ നിശ്ചയിച്ചിട്ട് നമ്മൾ കൊടുക്കും. വയറുദ്ദു ഐനഹു എന്ന് പറഞ്ഞിട്ടില്ല. അതേ കാര്യം തന്നെയല്ല നമുക്ക് തിരിച്ചു തരിക. നമ്മൾ പണം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ പണം തിരിച്ചു തന്നാലും മതി, നമ്മൾ കൊടുത്ത അതേ നോട്ടുകൾ തന്നെ തിരിച്ചു തരണം എന്നില്ല. അതിനാണ് ഖർദ് എന്ന് പറയുന്നത്. അത് അതിൻ്റെതായ ഹുക്കുമുകളുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീടുള്ള ഹദീസുകളിലൊക്കെ നമുക്ക് വരും. പിന്നീടുള്ള മറ്റൊരു ഇനമാണ് മുആവദത്തില് കൊടുക്കൽ വാങ്ങലിൽ വേറൊരു ഇനമാണ് ജആല എന്ന് പറയും. ജആല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വസ്തു, ഉദാഹരണം പറയുകയാണെങ്കിൽ ജആലത്തിന്റെ ഒരു രീതി, നമ്മുടെ ഒരു വസ്തു കാണാതായി. അപ്പൊ നമ്മൾ പറയും ആരാണോ ആ വസ്തു എനിക്ക് കൊണ്ടുതരുന്നത് അവന് ഞാൻ 1000 രൂപ തരും. ഇങ്ങനെ ഉള്ള ഒരു ഇടപാടാണത്. അത് നിർണിത സമയമൊന്നുമില്ല. ഒരാൾ എടുത്തു കൊണ്ടുതരും, ചിലപ്പോൾ ഇന്ന് തന്നെ കൊണ്ടുതരും, ചിലപ്പോൾ അപ്പം തന്നെ അയാൾക്ക് കിട്ടും. ഒരു വസ്തു കാണാതായി, എൻ്റെ കാറ് കാണാതായി. അപ്പം നമ്മൾ ഒരു പ്രഖ്യാപനം നടത്താണ്, ആരെങ്കിലും എൻ്റെ കാറ് കൊണ്ടു തന്നു കഴിഞ്ഞാൽ ഞാൻ അവന് 10,000 രൂപ തരും. അപ്പോൾ ഒരാൾ വേഗം പോയി നോക്കിയപ്പോൾ ഇന്ന സ്ഥലത്ത് കിടക്കേണ്ട അയാൾ അത് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അയാൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? 10,000 രൂപ കൊടുക്കണം. നമ്മൾ പറഞ്ഞ പ്രകാരം കൊടുക്കണം. അതിനാണ് ജആല എന്ന് പറയുന്നത്. അൽ ഇൽതിസാമു ബിദഫ്ഇ മാലിൻ മുഖാബല അമലിൻ ഗൈർ മുഅയ്യൻ.
ഇപ്പൊ എന്താണ് അമലെന്ന് അവിടെ മുഅയ്യനല്ല. ചിലപ്പോൾ പല രീതിയിൽ, ഒരു ദിവസം കൊണ്ടാകുമ്പോൾ അത്രേ അമലുള്ളൂ, ചിലപ്പോൾ ഒരുപാട് ദിവസം പരിധി കൊണ്ടുവരണം. അതൊന്നും നമുക്കറിയണ്ട. എങ്ങനെ കൊണ്ടുവന്നാലും നമ്മൾ ആ പൈസ കൊടുക്കും, ആ പണം കൊടുക്കും. അതാണ് ജആല എന്ന് പറയുന്നത്. പിന്നെയുള്ള മറ്റൊരു ഇടപാടാണ് അസ്സബഖ് എന്ന് പറയും. സബഖ് എന്ന് പറയുന്നത് അതെല്ലാ ഇനത്തിലും പറ്റൂല. മത്സരങ്ങൾ അനുവദിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്, കുതിരയോട്ടം പോലെയൊക്കെയുള്ള കാര്യങ്ങൾ. ജിഹാദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് മത്സരങ്ങൾ അനുവദിക്കപ്പെടുകയുള്ളൂ, അഥവാ കോമ്പറ്റീഷനുകൾ അനുവദിക്കപ്പെടുകയുള്ളൂ. ആളുകൾക്ക് പലതും അറിയാത്ത കാര്യമാണ്. ആളുകൾ ഫുട്ബോൾ കോമ്പറ്റീഷനും ക്രിക്കറ്റ് കോമ്പറ്റീഷനും അങ്ങനെയുള്ള പലതിനും പണം കൊടുത്തിട്ട് ജയിച്ച ആളുകൾക്ക് കപ്പ് കിട്ടുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാറുണ്ട്. അത് ഇസ്ലാമികമായി ശരിയല്ല. അപ്പം അത്തരത്തിൽ അനുവദിക്കപ്പെട്ട ഒരു കുതിര പന്തയമാണെങ്കിൽ 2 ആൾ കുതിരപ്പന്തയത്തിന് പോയി. അപ്പോൾ ഞാൻ പ്രഖ്യാപിച്ചു, ജയിക്കുന്ന ആൾക്ക് ഞാൻ 1,00,000 രൂപ തരും. അപ്പോൾ 2 പേരിൽ ഒരാൾ ജയിച്ചാൽ അതാണ് അസ്സബഖ് എന്ന് പറയുന്നത്. അതുപോലെ അസുൽഹുണ്ട്. സുൽഹ എന്ന് പറയുന്നത് അത് എന്തെങ്കിലുമൊക്കെ ഒരു പരസ്പരം തർക്കത്തിലായി കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ്. ഉദാഹരണത്തിന് ഒരാളുടെ കാറ് കാണാതെ പോയി എന്ന് വിചാരിക്കുക. അവർ കള്ളം കൊണ്ടുപോയതാണ്, അയാൾ പോയി വേറെ എവിടെയെങ്കിലും മറച്ചു വെച്ചു. ആ മറച്ചു വെച്ച വ്യക്തിക്ക് അറിയില്ല ഇത് അയാളതല്ല, കട്ടുകൊണ്ടതാണെന്ന് അറിയില്ല. അപ്പം അയാൾ എന്ത് ചെയ്യാണ്, ആ കാറിന്റെ ഉടമ കിട്ടിയെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ഉടമ പരിധി കണ്ടുപിടിച്ചപ്പോൾ ഇന്ന ആളെടുത്ത് കാറുണ്ട്, അപ്പം എൻ്റെ കാറാന്ന് പറഞ്ഞപ്പോൾ അല്ല ഞാൻ വാങ്ങിയ കാറാണെന്ന് പറയാം. അപ്പോൾ അയാൾ കാര്യം പറഞ്ഞു കൊടുത്തു, ഇതെൻ്റെ കാറാണ്, ഒരാൾ കട്ടുകൊണ്ടുപോയതാണ് എന്ന് പറഞ്ഞു. അപ്പം മറ്റേ വാങ്ങിയ ആൾ പെട്ടു. അപ്പോൾ ആ പെട്ട സ്ഥിതിക്ക് നമുക്ക് അയാൾക്ക് ഒരു തർക്കത്തില്ല. അപ്പോൾ അയാൾക്കൊരു സുലഹിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു എമൗണ്ട് അയാൾക്ക് കൊടുക്കും. അതായത് പൂർണ്ണമായ നഷ്ടമില്ലാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. പിന്നീട് മറ്റേ ആൾ കോടതിയിൽ പോയി ഈ കട്ടവൻ്റെ അടുത്ത് ആ പൈസ മുഴുവൻ തിരിച്ചു വാങ്ങേണ്ടതുണ്ട്. പക്ഷെ മുതലാളിക്ക് കാറ് കൊടുക്കണം, കാരണം അയാളതാണ് കാറ്. അതല്ലാതെ മൂന്നാമത്തെ ആൾക്ക് കിട്ടൂല, കാരണം അയാൾക്ക് ഹക്കില്ല, അയാളുടെ പൈസ നഷ്ടമാണ്. പക്ഷെ ആ ഒരു സുൽഹിന് വേണ്ടി എന്ത് ചെയ്യും, നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അതാണ് സുൽഹ് എന്ന് പറയുന്നത്. അതുപോലെ ഖിസ്മത്തു തറാദി എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. അതും ഇതേപോലെ തന്നെ ഒരു തൃപ്തിക്ക് വേണ്ടി വിഭജിച്ചു കൊടുക്കുകയാണ്. ഉദാഹരണത്തിന് 2 ആൾ കൂടിയിട്ട് ഒരു വീടെടുത്തു. അപ്പോൾ ആ വീട്ടിൽ പിന്നീട് തർക്കം, എനിക്ക് ഈ ഭാഗത്തെ റൂം വേണം, എനിക്ക് വടക്ക് ഭാഗത്ത് റൂം വേണം, അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് റൂം വേണം. അങ്ങനെ പരസ്പരം തർക്കമായി. അതാണെങ്കിൽ അങ്ങനെ മുറിച്ച് എടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു പണത്തിനാണ് ഖിസ്മത്തു തറാദി എന്ന് പറയുന്നത്. നമ്മൾ ഇത്തരം എല്ലാ വിഷയങ്ങളിലേക്കും നമ്മൾ വിശദമായി പഠിക്കുന്നില്ല. ഒന്നാമത് പറഞ്ഞ ബൈ ആണ് ഇൻഷാ അല്ലാഹ് ആരംഭിക്കുന്നത്. അൽ ബൈ എന്ന് പറയുന്ന കാര്യമാണ് ആരംഭിക്കുന്നത്. അതാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത്. നമ്മളെല്ലാവരും കച്ചവടം ചെയ്യുന്നവരാണ്. നമ്മൾ വിചാരിക്കരുത് കച്ചവടം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമൊന്നുമില്ല, അത് കച്ചവടക്കാർക്ക് മാത്രമാണ്. അല്ലെങ്കിൽ സ്ത്രീകൾ വിചാരിക്കേണ്ടതില്ല, ഇതൊക്കെ കച്ചവടം എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് മാത്രമാണ്. അല്ല, നമ്മൾ മാർക്കറ്റ് നോക്കിയാൽ ചിലപ്പം 10 സ്ത്രീകൾക്കിടയിൽ മാത്രം ഒരു പുരുഷനുണ്ടാവും. അത്രയും സ്ത്രീകളാണ് അങ്ങാടിയിൽ കാണുന്നത്. പല സ്ഥലത്തും നമ്മൾ അങ്ങാടിയിലൊക്കെ പോയാൽ സ്ത്രീകളാണ് ഇപ്പോൾ കൂടുതൽ കാണുന്നത്. അതുകൊണ്ട് കച്ചവടം ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റൈൽസിലാകട്ടെ ജ്വല്ലറിയിലാകട്ടെ നിങ്ങളാണ് പല ഇടപാടുകളും നടത്തുന്നത്. അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഏതൊക്കെയാണ് അനുവദനീയമായത്, ഏതൊക്കെ രൂപത്തിലുള്ളത് മാത്രമേ പറ്റുകയുള്ളൂ എന്നവർ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരുപാട് അടിസ്ഥാനങ്ങൾ ഈ കച്ചവടത്തിന്റെ മസലകളിലുണ്ട്. അതൊരു പ്രത്യേകമായിട്ടുള്ള ആളുകൾ മാത്രം പഠിക്കേണ്ട കാര്യമല്ല എന്ന് സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കച്ചവടത്തിന്റെ അടിസ്ഥാനം അത് ഹലാലാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. അഹല്ലല്ലാഹുൽ ബൈഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല കച്ചവടത്തെ ഹലാലാക്കി നൽകിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ കച്ചവടത്തിന്റെ അടിസ്ഥാനം അത് ഹലാലാണ്. പ്രത്യേകമായി ഇന്ന കാര്യം നിഷിദ്ധമാണ് എന്ന് തെളിവാണ്. അതാണ് കച്ചവടത്തിന്റെ അസ്ൽ. കച്ചവടം ചെയ്യൽ ഹലാലാണ്. നമ്മളെന്തും വിറ്റു പൈസ വാങ്ങുക എന്ന് പറഞ്ഞ് ഹലാലാണ്. പക്ഷെ പ്രത്യേകമായി ശരീഅത്ത് അതിന് എന്തു വേണം, ഹറാമാക്കി എന്നുള്ളതിന് തെളിവാണ്. ഇപ്പൊ ഒരാൾ ഇന്നൊരു വസ്തു കച്ചവടത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്കൊരിക്കലും എന്ത് പറയാൻ കഴിയില്ല, അത് നിഷിദ്ധമാണെന്ന് വെറുതെ പറയാൻ കഴിയില്ല. മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അതിന് തെളിവ് ഹാജരാക്കണം. കാരണം തെളിവില്ലാത്തിടത്തോളം അത് സഹോദരങ്ങളെ അത് ഹലാലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നോക്കാം, പണ്ഡിതന്മാർ കച്ചവടവുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നതിന് വേണ്ടിയിട്ട് കച്ചവടത്തിന്റെ അർക്കാനുൽ ബൈഇന്റെ പ്രധാനപ്പെട്ട റുക്നുകൾ എന്ന് പറഞ്ഞിട്ട് 3 കാര്യങ്ങൾ പഠിപ്പിക്കാറുണ്ട്. 3ന്റെ കീഴിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അർക്കാനുകൾ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യമാണ്. നിസ്കാരത്തിന്റെ റുക്നുകളൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ ബൈഇന് എന്തുണ്ട്, അർക്കാനുകളുണ്ട്. 3 റുക്നുകളാണ്. ഒന്നാമത്തേത് അൽ ഇവളാൻ. ഇവളാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പണം, ഇപ്പൊ നമ്മൾ 1 കിലോ അരി വാങ്ങിയിട്ടുണ്ട് 100 രൂപക്കെങ്കിൽ ആ 100 രൂപ ഇവളാൻ, അതിന് പകരം കിട്ടുന്ന കാര്യമാണ്
വേറൊരു ഇവൽ, ആ രണ്ട് കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ അൽ ആഖിദാൻ, ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന രണ്ടാളുണ്ടാകും, ബയ്യറും സെല്ലറും ഉണ്ടാവും, വാങ്ങുന്നവനും അത് വിൽക്കുന്നവനും ഉണ്ടാവും. അൽ ആഖിദാൻ, ഇവരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇവർക്ക് ചില നിബന്ധനകളൊക്കെ എത്താനുണ്ട്. വിൽക്കുന്ന സാധനത്തിന് ചില നിബന്ധനകൾ, അതിന്റെ ചില കണ്ടീഷൻസ് ഉണ്ട്. അതുപോലെ വാങ്ങുന്ന ആളുകൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ സീഗ, ഈ കച്ചവടം നടത്തുന്ന രീതിയുണ്ട്. ഏത് രൂപത്തിലാണ് കച്ചവടം നടത്തേണ്ടത്, അതുമായി ബന്ധപ്പെട്ട നടത്താൻ പറ്റുന്ന കച്ചവടം, നടത്താൻ പറ്റാത്ത കച്ചവടം എന്ന് പറഞ്ഞിട്ടൊക്കെ 3 കാര്യങ്ങളാണ് സഹോദരങ്ങളെ ഉള്ളത്. അതിലൊന്നാമത്തേത് അൽ ഇവലാൻ, അതായത് നമ്മൾ വിൽക്കുന്ന വസ്തുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിന്റെ നിബന്ധനകളാണ് നമ്മൾ ആദ്യം പറയുന്നത്. അഥവാ നമ്മൾ മബീ എന്ന് പറഞ്ഞാൽ വിൽക്കപ്പെടുന്ന വസ്തു, ആ വസ്തുവിന്റെ ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിച്ചാൽ മാത്രമേ സഹോദരങ്ങളെ നമുക്ക് വിൽക്കാൻ പാടുള്ളൂ. ഒന്നാമത്തെ കാര്യം പണ്ഡിതന്മാർ പറയുന്നു, അത് മഖ്ദൂറുൻ അലാ തസ്ലീമിഹി, നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യമേ നമുക്ക് വിൽക്കാൻ പാടുള്ളൂ. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യം മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ, അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഉദാഹരണത്തിന് എൻ്റെ ഒരു കാറ് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഞാൻ വേറൊരാളോട് പറയാണ്, എൻ്റെ കാറ് നഷ്ടപ്പെട്ടു, ആ കാർ ഞാൻ വിൽക്കുകയാണ്, അത് കിട്ടിയാൽ നീ എടുത്തോളൂ. അപ്പൊ മറ്റേയാളും പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ എടുത്തോളും, എനിക്ക് അങ്ങനെ പോലീസിലൊക്കെ കഴിവുള്ള ആളാണ്, ഞാൻ അങ്ങനെ പോലീസുകാരുടെ നിന്നൊക്കെ നോക്കി വാങ്ങിക്കോളും. അപ്പൊ ഇവന് എന്താണ്, നഷ്ടപ്പെട്ടതാണ്. അപ്പൊ ഇവന് ഒരു 2 ലക്ഷത്തിന് 3 ലക്ഷത്തിന്റെ കാറായിരിക്കും, ചിലപ്പോൾ 2 ലക്ഷത്തിന് കിട്ടിയാലും മതി. കാരണം ഒന്നാകെ നഷ്ടപ്പെടുന്നതിനേക്കാൾ 2 ലക്ഷം കിട്ടും. ഓനും വേറൊരു ലാഭം വിചാരിക്കുന്നുണ്ടാവും. ഇവനിപ്പോ നഷ്ടപ്പെട്ട് കുടുങ്ങിയേക്കാണ്. എനിക്കാണെങ്കിൽ ഇന്നെന്ന രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് എടുക്കാനൊക്കെ പറ്റും. എനിക്ക് പോലീസിലും അല്ലെങ്കിൽ നാട്ടിലെ പ്രധാനപ്പെട്ട ഗുണ്ടകളൊക്കെ ആയിട്ട് എനിക്ക് ബന്ധമുണ്ട്. അപ്പൊ ഞാൻ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 2 ലക്ഷത്തിന് വലിയ ലാഭമാണ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു കോൺട്രാക്ട് പാടില്ല. അതായത് നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരു വസ്തു ഒരിക്കലും തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കച്ചവടം ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ വേറൊരാൾ വന്നിട്ട് പറയുകയാണത്, ഈ പുഴയിലുള്ള മുഴുവൻ മീനുകളെ ഞാൻ വിറ്റിരിക്കുന്നു, ഈ പുഴയിൽ ഒരു 10 കിലോ മീനുണ്ട്, അത് ഞാൻ വിറ്റിരിക്കുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റൂല. കാരണം പുഴ ആരുടേതുമല്ല, അത് നമ്മൾ പിടിക്കണം, നമുക്ക് അത് എടുക്കാൻ പറ്റുന്ന കാര്യമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആകാശത്ത് കാണിച്ചിട്ട് ഞാൻ പറയാണ്, ഇതിലൊരു 100 പ്രാവ് ഞാൻ വിറ്റിരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അത്തരം കച്ചവടങ്ങൾ എന്താവില്ല, അത് സഹിഹാവുകയില്ല, അത് ഫാസിദായ കച്ചവടമാണ്. കാരണം മഖ്ദൂറുൻ അലാ തസ്ലീമിഹി എന്ന നിബന്ധന അവിടെ സഹോദരങ്ങളെ ഇല്ല. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, അത് വിൽക്കാൻ പാടുള്ളൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് 1-2 ഉദാഹരണം പറഞ്ഞാണ്, ഇത് പല രീതിയിലുണ്ടാവും. നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു വസ്തു നമുക്ക് വിൽക്കാൻ പാടില്ല എന്ന് ചുരുക്കം. രണ്ടാമത്തേത് അത് മഅലൂമായിരിക്കണം. ഇത് ആദ്യം നമ്മൾ പറഞ്ഞത് ആ വസ്തുവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തേത് മഅലൂമായിരിക്കണം, അതായത് കൊടുക്കുന്ന വസ്തുവും അതേപോലെ തന്നെ കൊടുക്കുന്ന പണവും രണ്ടും അറിയപ്പെട്ടതായിരിക്കണം, കൃത്യമായിരിക്കണം. എന്താണ് വിൽക്കുന്നത്, എന്താണ് വാങ്ങാനായി കൊടുക്കുന്നത്, ഇത് രണ്ടും മഅലൂമായിരിക്കണം എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് നമുക്ക് മഅലൂമാവുക? അത് 2 രൂപത്തിൽ നമുക്ക് കാര്യങ്ങൾ വിൽക്കാൻ പറ്റും. ഒന്നുകിൽ നേർക്കുനേരെ കാണിച്ചു കൊടുത്തുകൊണ്ട്, ഉദാഹരണത്തിന് നമ്മൾ വീട് വിൽക്കുകയാണ്, നമ്മൾ ഒരാളെ കൂട്ടിക്കൊണ്ടുവന്ന് വീടൊക്കെ കാണിച്ചു കൊടുത്തത്, റൂമൊക്കെ നോക്കിക്കോളൂ എന്നതാണ്, പറമ്പൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ നമ്മളൊരു കെട്ടിടം വിൽക്കുന്നു, ഒരു സ്ഥലം വിൽക്കുന്നു, ആളെ കൊണ്ട് നേരിട്ട് വന്നിട്ട് എന്ത് ചെയ്യും, അത് അങ്ങനെ കണ്ടിട്ട് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, ആ കാര്യം ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ രണ്ടാമത്തെ രൂപം എന്ന് പറയുന്നത്, അത് നമുക്കതിന് ആവശ്യമായ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആവശ്യമായ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തിട്ടും വിൽക്കാൻ പറ്റും. ഇത് ദീനിൽ എളുപ്പമാണ്. കാരണം എല്ലാ സാധനങ്ങളും നമുക്ക് എപ്പോഴും കാണിച്ചിട്ട് തന്നെ വിൽക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ പറയും, കാരണം ചിലപ്പോൾ വളരെ ദൂരത്തായിരിക്കും നമ്മുടെ സാധനം ഉണ്ടാവുക. നമ്മളെ സാധനം തന്നെയാണ്, നമുക്ക് എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഇവൻ അവിടെ പോയി കാണലൊക്കെ പ്രയാസം. അപ്പൊ നമ്മൾ മുഴുവൻ കാര്യങ്ങളും പറയും, എന്ന രൂപത്തിൽ കാര്യമാണ്, ഇന്നതാണ് അതിന്റെ ഡീറ്റെയിൽസ് എന്ന രൂപത്തിൽ പറഞ്ഞിട്ടും സഹോദരങ്ങൾ അത് വിൽക്കാം. നമ്മൾ പൊതുവെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഈ രണ്ടാമത്തെ രീതിയാണ് നമ്മൾ ചെയ്യാറുള്ളത്. പേരിന് നമ്മൾ ചിത്രം കൊടുക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായി നമുക്കത് ലഭിച്ചോളുന്നില്ല. നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആണ് കാര്യമായി പരിഗണിക്കാറുള്ളത്. അത് ഇന്നതാണ്, ഇന്ന രൂപത്തിലാണ്, അത് ഇതാണ് അതിന്റെ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് വിശേഷണം, അത് നമുക്ക് വാങ്ങേണ്ടത് ആ വിശേഷണം പറയും. ഇപ്പോൾ ഒരു മൊബൈൽ വിൽക്കുകയാണെങ്കിൽ അത് ഇന്നതാണ്, ഐഫോണാണ്, അത് 15 ആണ്, 15 ആണ്, അത് ഇത്ര GB ആണ്, അത് ഇന്നതാണ്, അതിന്റെ മെമ്മറി ഇന്നതൊക്കെ കൃത്യമായി പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ വാങ്ങാറുള്ളത്, നമ്മൾ കാണാറില്ല. ആ രൂപത്തിലും സഹോദരങ്ങൾ അത് മാലൂമായാൽ മതി, അങ്ങനെ മാലൂമായാൽ മതി. അതിൽ പണ്ഡിതന്മാർ പറയൂ, അൽ ജഹാലത്തുൽ മുഖ്തഫറ, അഥവാ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്ന, ഒഴിവാക്കാൻ പറ്റുന്ന ചില ജഹാലത്ത്, നമുക്ക് അറിയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്, അത് കുഴപ്പമില്ല. അത് 3ആയി വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന് അൽ ജഹാലത്തുൽ മുഖ്തഫറ അൽ യസീറ, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത
വളരെ ചെറിയ ചില കാര്യങ്ങൾ, ഉദാഹരണത്തിന് മൊബൈൽ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള പാനലിന്റെ കളർ ഇന്നതാണ്, ഇതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അതായത് നമുക്ക് അറിയാന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റെ അകത്ത് ഉള്ളിൽ ഇത്ര സ്ക്രൂ ഉണ്ട്, അതിന്റെ കളർ ഇങ്ങനെയാണ്, അത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, അത് ഇന്നതാണ്, ഇന്ന കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതിനൊക്കെ അൽ ജഹാലത്തുൽ യസീറ എന്ന് പറയും. അത് പരിഗണിക്കുകയില്ല. അത് കച്ചവടം ചെയ്യുമ്പോൾ അത് അറിയണമെന്ന് നമുക്ക് നിർബന്ധമില്ല, അല്ലെങ്കിൽ വിൽക്കുമ്പോൾ അത് പറയണം നമുക്ക് നിർബന്ധമില്ല. രണ്ടാമത്തെ ഇനം അദ്ദറൂറ അൽ ഹാജിയ എന്ന് പറയും. നമുക്ക് അനിവാര്യമായി ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ വാട്ടർമെലൺ, ബത്തക്ക നമ്മൾ വാങ്ങാറുണ്ട് അല്ലെ. നമ്മൾ വാങ്ങുന്നത് അതിന്റെ പുറത്തുള്ള തൊലിയല്ല, ഉള്ളിലത്തെ വസ്തു തന്നെയാണ് നമ്മൾ വാങ്ങുന്നത്. പക്ഷെ നമ്മളത് കാണാറില്ല. പണ്ഡിതന്മാർ പറയുന്നു അത് എല്ലാ ഫ്രൂട്ട്സും അങ്ങനെ തന്നെയാണ്. പണ്ഡിതന്മാർ പറയുന്നു അത് അദ്ദറൂറ അല്ലെങ്കിൽ ഹാജിയ എന്ന് പറയുന്ന ഇനത്തിലാണ് പെടുക. കാരണം ഇവനെ സംബന്ധിച്ചിടത്തോളം അത് ഓരോന്നും ഇങ്ങനെ മുറിച്ച് തുറന്നിട്ട് എല്ലാം വിൽക്കാൻ നിന്നതിനാൽ ചിലപ്പോൾ ആൾക്കാർ വാങ്ങിയിട്ടില്ലെങ്കിൽ അത് വാടിപ്പോകും, അതിന് പിന്നീട് വിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും, ഇവന് നഷ്ടമാവും. അതുകൊണ്ട് ഇവന് എന്ത് ചെയ്യാൻ പറ്റും, അത്തരം കാര്യങ്ങളൊക്കെ വിൽക്കാൻ പറ്റുന്നതാണ്. നമ്മൾ വാങ്ങുന്നത് അതിൻ്റെ ഉള്ളിലത്തെ ഫ്ലഷാണ്, ഉള്ളിലത്തെ അതിൻ്റെ ഫ്രൂട്ടാണ്. പക്ഷേ നമ്മളത് കാണാതെ തന്നെയാണ് വാങ്ങുന്നത്. അവിടെ നമുക്കപ്പോൾ വലിയ നഷ്ടം വന്നാൽ എന്ത് ചെയ്യും? പണ്ഡിതന്മാർ പറഞ്ഞത് പാടെ കെട്ടുപോയതാണെങ്കിൽ നമുക്കത് കോമ്പൻസേഷൻ കൊടുക്കണം. അത് തുറന്നപ്പം കെട്ടിരിക്കാൻ അവിടെ നമുക്ക് ഹക്കുണ്ട്. എന്ത്, ആ സാധനം കൊടുത്തിട്ട് പൈസ തിരിച്ചു വാങ്ങാൻ. അങ്ങനെയാണ് ഇസ്ലാമിക നിയമം, അങ്ങനെയാണ്. അത് മുഴുവനായിട്ട് കെട്ടിരിക്കുകയാണ്, അവിടെ നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അതല്ല എങ്കിൽ നമുക്കത് നോക്കാൻ വകുപ്പില്ല. അതുപോലെ മൂന്നാമത്തെ ഒരു ഇനം ഫി ഗൈരിൽ മഖ്സൂദി അസാലത്തൻ, അടിസ്ഥാനപരമായി ഉദ്ദേശിക്കപ്പെടാത്ത ആ വസ്തു വാങ്ങുമ്പോൾ അതല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാറുള്ളത്, ഗർഭിണിയായ ഒരു ആടിനെ ഒരാൾ വാങ്ങുകയാണ്, ഗർഭിണിയായ ഒരാടിനെ ഒരാൾ വിൽക്കുകയാണ്. നമ്മൾ ആടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഉള്ളിലുള്ള കുട്ടി അതെങ്ങനെയുള്ളതാണ് എന്ന് നമുക്കറിയില്ല. അത് നമുക്ക് അതിന്റെ കൂടെ കിട്ടുന്നതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആടാണ്, തള്ള ആടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഹാമിലത്താണ്, പ്രസവിക്കാനായ ആടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം നമ്മൾ അടിസ്ഥാനപരമായ ഉദ്ദേശം അതല്ല. അത് മൊത്തത്തിൽ നമ്മൾ പറഞ്ഞത് അറിയപ്പെടുക എന്നുള്ളത് നിർബന്ധമാണ്. അത് രണ്ടുദാഹരണങ്ങൾ പറയാം. അങ്ങനെയാണ് അറിയപ്പെടാതെ ഒരാൾ വിൽക്കണം. ഒരാൾ പറയാണ്, എൻ്റെ കയ്യിലുള്ള ഈ പൈസക്ക്, എൻ്റെ പോക്കറ്റിൽ ഉള്ള പൈസക്ക് ഞാനിത് ഈ ഫോൺ വാങ്ങുകയാണ്. ഒരാൾ ഫോൺ കാണിക്കുക, ഈ ഫോൺ എൻ്റെ പോക്കറ്റിലുള്ള പൈസ കൊണ്ട് എനിക്ക് ഈ ഫോൺ വേണം എന്ന് ഞാൻ പറയാം. അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞ് നിന്റെ പോക്കറ്റിലുള്ള പൈസക്ക് ഞാനിത് വിൽക്കാം. അത് പാടില്ല. കാരണം നമുക്ക് എത്രയാണ് നമ്മുടെ പോക്കറ്റിലുള്ളത് എന്ന് നമുക്കറിയില്ല. അങ്ങനെയുള്ള കാര്യം നമുക്ക് വാങ്ങാൻ പാടില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാവും, ഒരു ബോക്സിൻ്റെ അകത്തൊക്കെ സാധനങ്ങൾ ഉണ്ടാകും. ബോക്സിൻ്റെ അകത്ത് സാധനം എന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ ഇത്ര പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആ ബോക്സ് തുറന്നാൽ സർപ്രൈസ് ബോക്സ് എന്നൊക്കെ പറയും. അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങരുത്. കാരണം എന്താണ് വസ്തു എന്ന് നമുക്ക് അറിയില്ല, എന്താണ് വസ്തു എന്നുള്ളത് അറിയില്ല. അല്ലെങ്കിൽ നമ്മൾ പറയാണ്, ഇന്ന സ്ഥലത്തൊരു കാറുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കുന്നില്ല, 3 ലക്ഷത്തിന് ഞാൻ വിൽക്കുകയാണ്, വേണമെങ്കിൽ വേണം പറഞ്ഞോളൂ. നമുക്ക് എന്താണ് കാറ് കാണാനും പറ്റുന്നില്ല. അതിന്റെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അതിനെ വിശദീകരിച്ചു കൊടുക്കുന്നൊന്നുമില്ല. ഒരു കാറുണ്ട്, ഒരു കാറാണ് എന്ന് മാത്രം പറയുന്നു. അപ്പൊ അത്തരം കച്ചവടങ്ങൾ സഹോദരങ്ങൾ പാടില്ല. എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ ദീൻ ഇസ്ലാമിൽ പാടില്ല എന്ന് പറയുന്നത്? രണ്ടുപേർക്കും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് നൽകുകയാണ്, അവരുടെ സമ്പത്തിന് സംരക്ഷണം നൽകുകയാണ്. കാരണം വഞ്ചിക്കപ്പെടാൻ പാടില്ല. നമ്മൾ അറിയാത്ത വസ്തു വാങ്ങിയാൽ അത് ഭാഗ്യ പരീക്ഷണമാണ്. നമ്മളെ പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മഅലൂമായിരിക്കണം, കൊടുക്കുന്ന പണം ഇത്രയാണ്, അതുപോലെ തന്നെ കൊടുക്കുന്ന വസ്തു ഇന്നതാണ്. എന്തുകൊണ്ടാണ് ഇൻഷുറൻസ് അടിസ്ഥാനപരമായി നിഷിദ്ധമാണ് എന്ന് പറയുന്നത്? അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അതിൽ ഈ ബൈഉൽ ഗററാണ്. എന്താണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് 3 തരത്തിലുണ്ട്. ഉപകാരം എന്ന് പറയുന്നത് പ്രൊഡക്റ്റാണ്, നമുക്കൊരു വസ്തു ഒരു പ്രൊഡക്റ്റാണ്. ഇത് വസ്തു ആകട്ടെ ഉപകാരമാകട്ടെ നമുക്കത് സ്പെസിഫൈഡ് അല്ല, എന്താണെന്ന് അറിയില്ല. അല്ല, ഇൻഷുറൻസ് നമ്മൾ മാസാമാസം അല്ലെങ്കിൽ വർഷാവർഷമൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളതിന്റെ ഇതിങ്ങനെ പ്രീമിയം ഇങ്ങനെ അടച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ എന്താണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്? ആക്സിഡന്റ് ആയവന് കിട്ടും, അല്ലാത്തവനൊന്നും കിട്ടൂല. അല്ലാത്തവന് വണ്ടി വെക്കുമ്പോൾ 15 കൊല്ലം തിരിച്ച് മുഴുവൻ പൈസ തരുമോ? ഇല്ല, അത് പോയത് തന്നെയാണ്. അതുകൊണ്ട് അടിസ്ഥാനപരമായി നിഷിദ്ധമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അത് വണ്ടികൾക്ക് നിർബന്ധമായി എടുക്കണം എന്ന് പറയുമ്പോൾ നമുക്കത് ദറൂറത്ത് അല്ലെങ്കിൽ ഹാജത്ത് ഇല മൻസിലത്ത് ദറൂറ, ദറൂറത്തിന്റെ പരിധിയിലേക്ക് എത്തുന്ന ചില ഹാജത്തുകളുണ്ട്. ദറൂറ എന്ന് പറഞ്ഞാൽ മരിക്കണം, എല്ലാത്തിനും അങ്ങനെ മരിക്കണം നിർബന്ധമില്ല. ആ പരിധിയിലേക്ക് എത്തുന്ന വസ്തു ആയാലും അത് അനുവദിക്കപ്പെടും. ഇപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് പലരും ചോദിക്കാറുണ്ട്, ഗൾഫിലൊക്കെ ഉള്ളത്. നമുക്ക് അവിടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാതെ നമുക്ക് ഇഖാമ ലഭിക്കുകയില്ല. ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമായി എടുക്കണം. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ അത് അസ്സല് നിഷിദ്ധമാണെങ്കിലും അനുവദനീയമാണ്. എന്നാൽ പലപ്പോഴും ഗൾഫിൽ തകാഫുൽ എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്. ഗവൺമെന്റ് നേരിട്ട് എല്ലാവരിൽ നിന്നും പണം കളക്ട് ചെയ്തിട്ട് ആവശ്യക്കാർക്ക് കൊടുക്കുക എന്നുള്ളൊരു സിസ്റ്റം, അത്
ഇസ്ലാമികമാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇനി നമ്മുടേതുപോലെയുള്ള രാജ്യങ്ങളിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിന്റെ വിധി എന്താണ്? അസ്ല് പാടില്ല എന്ന് തന്നെ, അസ്ല് പാടില്ല എന്നാണ്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് രണ്ടവസ്ഥകളിൽ അത് പറ്റും എന്ന് പറയുന്നുണ്ട്. ഒന്ന്, ഗൾഫിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ദറൂറത്താക്കി, നാളെ മുതൽ ഇന്ത്യൻ ഗവൺമെന്റ് നിർബന്ധമാക്കുകയാണ് മുഴുവൻ സിറ്റിസൻസ്, എല്ലാ പൗരന്മാരും ഇൻഷുറൻസ് എടുത്തേ മതിയാകുള്ളൂ. നമുക്ക് നിർബന്ധമായി എടുക്കേണ്ടി വരും. കാരണം നമുക്ക് വേറെ വഴിയില്ല. കാരണം ഹോസ്പിറ്റലിൽ പോയാൽ ഇൻഷുറൻസ് കാർഡില്ല, ചികിത്സ ഇല്ല എന്ന് പറയും. അത് നമ്മൾ ചികിത്സിക്കണ്ട, നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചികിത്സ നാട്ടുവൈദ്യന്മാരുടെ അടുത്ത് പോയാൽ മതി. അങ്ങനെ ബുദ്ധിമുട്ടുകൾ ദീനുൽ ഇസ്ലാമിലില്ല. അപ്പോൾ പ്രധാനപ്പെട്ട ചികിത്സ അത് നേടേണ്ടതില്ല, ഓരോരുത്തർ എന്തെങ്കിലും സൂചിയൊക്കെ കുത്തിയിരുന്നാൽ മതി, അങ്ങനെ ഒരു നിയമം ദീനിലില്ല. പ്രധാനപ്പെട്ട ഓപ്പറേഷൻ ഉണ്ടാവും, പല കാര്യങ്ങളുണ്ട്, ആക്സിഡന്റ് ആയി ആൾ ചെല്ലും, അപ്പോൾ അവിടെ പോയി ഇൻഷുറൻസ് കാർഡില്ലെങ്കിൽ എടുക്കൂല എന്ന് പറഞ്ഞാൽ അത് ഒരു മുസ്ലിമിന്റെ ജീവന് തന്നെ ഭീഷണിയാകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവനത് എന്ത് ചെയ്യും? അത് അനുവദിക്കപ്പെടുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് പറയാണ്, ഒരു നാട്ടിൽ ചികിത്സയുടെ വില അത്ര കൂടിയിരിക്കാം, അതായത് ഇൻഷുറൻസ് ഇല്ലാതെ ചികിത്സിക്കുകയാണെങ്കിൽ 10 മടങ്ങ് അല്ലെങ്കിൽ അത്രയും മടങ്ങ് കൂടിയിട്ട് അയാൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും. ഇൻഷുറൻസ് എടുത്താൽ മാത്രമേ അയാൾക്ക് ജീവിക്കാൻ അവിടെ സാധിക്കുള്ളൂ. അത് അത്രയും സാമ്പത്തികമായി ചികിത്സ കിട്ടുമോ എന്ന് വെച്ചാൽ കിട്ടും, പക്ഷേ ഭയങ്കരമായ സാമ്പത്തിക ഞെരുക്കം വരും. സാധാരണക്കാരന് പിന്നെ ചികിത്സിക്കാൻ പറ്റൂല. അത്തരം സാഹചര്യങ്ങളിലും അനുവദിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ നമ്മളത് ചോദിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത്, എന്തുകൊണ്ട് ഇൻഷുറൻസ് അസ്ലിൽ നിഷിദ്ധമായി എന്ന് വെച്ചാൽ അതിന്റെ കിട്ടുന്ന പ്രൊഡക്റ്റ് നമുക്ക് മാലൂമല്ല. നമ്മൾ കൊടുക്കുന്നു പണം, അതറിയപ്പെടുന്നുണ്ട്, പ്രീമിയം എത്രയാണെന്ന് അറിയുന്നുണ്ട്, പക്ഷെ എന്താണ് തിരിച്ചു കിട്ടുന്നത്? അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന ആൾക്ക് എന്താ തിരിച്ചു കിട്ടുന്നത്? എന്തെങ്കിലും രോഗം വന്ന, ഓപ്പറേഷൻ വന്ന അപ്പം കിട്ടും അല്ലെ? ഓരോരുത്തർ അവരവരെ കാലിന് ഇൻഷുറൻസ് ചെയ്യുന്ന ആൾക്കാർ, കൈക്ക് ഇൻഷുറൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പ്രത്യേകമായ അവയവങ്ങൾക്കൊക്കെ ഇൻഷുറൻസ് ഉണ്ട്. അതൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കിട്ടും, സംഭവിച്ചിട്ടില്ലെങ്കിൽ കിട്ടൂല. അപ്പൊ അത് സഹോദരങ്ങളെ, ഈ ഷർത്ത് ലംഘിക്കപ്പെടുകയാണ്. അതുകൊണ്ട് അതിന്റെ അസ്ല് നിഷിദ്ധമാണ് എന്ന് മനസ്സിലാക്കുക. പലർക്കും അതിന്റെ അസ്ല് നിഷിദ്ധമാണെന്ന് പോലും അറിയില്ല. എത്രയോ മുസ്ലിങ്ങൾ അത് എല്ലാ ഇൻഷുറൻസ് കിട്ടുന്ന ഇൻഷുറൻസ് ഒക്കെ എടുത്താൽ വലിയ ബുദ്ധിമാനാണ്, എനിക്ക് ഭയങ്കര ബുദ്ധിയാണ്, ഇവനൊന്നും അറിയില്ല എന്ന് ചിന്തിക്കുകയാണ്. അവന് ഭൗതികമായ ബുദ്ധി പോലും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് പലതും നമ്മൾ തന്നെ ചൂഷണത്തിന് വിധേയരാവുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ദീനിയായിട്ട് നമുക്കത് പാടില്ലാത്തതാണ്. മൂന്നാമത്തെ നിബന്ധന, അത് മുബാഹുൻ നഫ്ഇ മുത്ലഖൻ, അത് ഉപകാരമുള്ള വസ്തുവായിരിക്കണം നമ്മൾ വിൽക്കേണ്ടത്. അതായത് ഒരു ഉപകാരം ഇല്ലാത്ത വസ്തുക്കൾ സഹോദരങ്ങളെ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അനുവദനീയമല്ലാത്ത വസ്തുക്കൾ നമുക്ക് വിൽക്കാൻ പാടില്ല. മുബാഹായ അനുവദനീയമായ വസ്തുക്കളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, വിൽക്കാൻ പാടുള്ളത്. ഇൻഷാ അല്ലാഹ് പിന്നീട് വരുന്നുണ്ട്. അത് നിഷിദ്ധമായ ഒന്നും, അത് എല്ലാത്തിനും ബാധകമാണ്. കച്ചവടത്തിന് മാത്രമല്ല, വാടകയ്ക്കൊക്കെ അങ്ങനെ തന്നെയാണ്. നിഷിദ്ധത്തിന് വാടക കൊടുക്കാൻ പാടില്ല. ഇതും ഒരുപാട് മുസ്ലിമീങ്ങൾക്ക് അറിയാത്ത കാര്യമാണ്. ഇപ്പൊ ചില മുസ്ലിമീങ്ങൾക്ക്, ഒരുപാട് ആളുകൾക്ക് അറിഞ്ഞിട്ട് അറിയാതെ നടിക്കുന്നവരും അതേപോലെ അറിയാത്തവരുണ്ട്. നമ്മൾ ഹറാം ഉപയോഗിക്കുന്നില്ലല്ലോ എന്നാണ് പലരും ധരിക്കാറുള്ളത്. ഹറാമായ പലതും വിൽക്കും. സഹോദരങ്ങളെ, നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും ഒരു വസ്തു നമുക്ക് ഉപയോഗിക്കൽ നിഷിദ്ധമാണെങ്കിൽ അത് വിൽക്കലും നിഷിദ്ധമാണ്. അതുകൊണ്ടുണ്ടാകുന്ന പണവും നിഷിദ്ധമാണ്. ഉദാഹരണത്തിന്, കള്ളു കുടിക്കൽ നമുക്ക് നിഷിദ്ധമാണെങ്കിൽ നിഷിദ്ധമാണ്. അത് നമ്മൾ മറ്റൊരാൾക്ക് വിൽക്കലും നിഷിദ്ധമാണ്. അതുകൊണ്ട് കിട്ടുന്ന പണവും ഹറാമാണ്. അതുകൊണ്ട് കിട്ടുന്ന പണം അത് നമുക്ക് ഹറാമാണ്. അതുകൊണ്ട് നമ്മളതിന് പാല് വാങ്ങി കുടിച്ചാലും ഹറാമായ പണം കൊണ്ട് നീ പാല് കുടിച്ചു, ഹറാമാണ് നിന്റെ വയറ്റിനകത്ത് നീ പ്രവേശിപ്പിച്ചത്. നീ പാലാണ് കുടിച്ചത്, പക്ഷേ കള്ള് വിറ്റ പണത്തിനാണ് നീ പാല് കുടിച്ചത്. രണ്ടും നീ ഹറാമ് കഴിച്ചതിന്റെ കുറ്റാണ് നിനക്കുണ്ടാവുക. നിന്റെ വയറിലേക്ക് നീ ഹറാമാണ് പ്രവേശിപ്പിച്ചത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് വിൽക്കുന്ന സാധനമാകട്ടെ, വാടക കൊടുക്കുന്ന സമയത്ത് പലർക്കും അറിയാത്ത ആൾക്കാരാണ്. ചിലപ്പോൾ ബാങ്കിനൊക്കെ വാടക കൊടുത്തേക്കും, അല്ലെങ്കിൽ ATM-നൊക്കെ വാടക കൊടുക്കും. ബാങ്കുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പലിശയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് ഗൗരവമുള്ള കാര്യമാണ്. അത് സഹോദരങ്ങളെ, നമുക്ക് വാടകക്കോ വിൽക്കാനോ ഒന്നും പാടില്ല. അതുകൊണ്ട് മുബാഹുൻ നഫ്ഇ മുത്ലഖൻ, നിരുപാധികമായി സഹോദരങ്ങളെ അനുവദനീയമായ കാര്യം മാത്രമേ നമ്മൾ വിൽക്കാനോ വാടക കൊടുക്കാനോ ഏത് രൂപത്തിലാണെങ്കിലും സഹോദരങ്ങളെ പാടുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. അത് പിന്നീട് വരുന്നുണ്ട്, നമുക്ക് അവിടെ ഒന്നുകൂടി പറയാം. ഇതാണ് നമ്മളെ ഇവളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അഥവാ നമ്മൾ വിൽക്കുന്ന വസ്തു കൊടുക്കാൻ പറ്റുന്നതായിരിക്കണം, അറിയപ്പെടുന്ന വസ്തു ആയിരിക്കണം, അത് അസ്ലിയായിട്ട് ഹലാലായ വസ്തു ആയിരിക്കണം. ഇത് മാത്രമേ നമുക്ക് പാടുള്ളൂ. ഈ പറയുന്ന നിബന്ധനകളെല്ലാം പാലിച്ചാൽ അവിടെ ബൈഅ് സഹീഹാകും. ഈ പറയുന്ന നിബന്ധനകൾ പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ആ ബൈഅ് അത് സഹോദരങ്ങളെ ഫാസിദായി പോകും. ബൈഅ് അത് ശരിയാവുകയില്ല. അത് പ്രത്യേകം മനസ്സിലാക്കുക. രണ്ടാമത് നമ്മൾ പറഞ്ഞു, കച്ചവടത്തിലുള്ള രണ്ടാമത്തെ കാര്യം, 2 ഇവളുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആക്കിദാൻ, കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ബയ്യറും ഉണ്ടാവും സെല്ലറും ഉണ്ടാവും. ഇവരാരായിരിക്കണം എന്നാണ്.
ഒന്നാമത്തെ കാര്യം അവർ പണ്ഡിതന്മാർ പറയുന്നു, വിൽക്കുന്നവനാകട്ടെ വാങ്ങുന്നവനാകട്ടെ ജായിസ് തസറുഫ് ആയിരിക്കണം. ശരീഅത്തിൽ വിനിമയങ്ങൾ നടത്താൻ അനുവാദം കൊടുത്ത ആളുകൾക്ക് മാത്രമേ കച്ചവടം ചെയ്യാൻ പാടുള്ളൂ. എല്ലാവർക്കും കച്ചവടത്തിൽ ഏർപ്പെടാൻ പാടില്ല. ആർക്കൊക്കെയാണ് കച്ചവടത്തിൽ ഏർപ്പെടാൻ പാടില്ലാത്തത്? ഒന്ന്, മുക്കല്ലഫായിരിക്കണം, അഥവാ സ്വബീന് പാടില്ല, ചെറിയ കുട്ടിക്ക് പാടില്ല. അതേപോലെ തന്നെ ഭ്രാന്തുള്ളവനും പാടില്ല. ഇത് രണ്ടും ഇല്ലാത്ത ആൾക്കാണ് നമ്മൾ മുക്കല്ലഫ് എന്ന് പറയുന്നത്. ആഖിലും ബാലിഗുമായിട്ടുള്ള ആൾക്കാണ് മുക്കല്ലഫ്, അഥവാ ദീനി നിയമങ്ങൾ ബാധകമാകുന്നത് എന്ന് പറയുന്നത്. ഒന്ന് പ്രായപൂർത്തി എത്തണം, രണ്ട് ബുദ്ധി വേണം. ബുദ്ധി എന്ന് പറഞ്ഞാൽ മന്ദബുദ്ധിയാകാൻ പാടില്ല. അപ്പൊ മന്ദബുദ്ധികളെ സംബന്ധിച്ചിടത്തോളം, ഭ്രാന്തന്മാരെ സംബന്ധിച്ചിടത്തോളം കച്ചവടം ചെയ്യാൻ പാടില്ല. അവർ കച്ചവടം ചെയ്താൽ ശരിയാവില്ല. ചെറിയ കുട്ടിയും കച്ചവടം ചെയ്യാൻ പാടില്ല. ഇത് ശരിയാവുകയില്ല. അതുപോലെ തന്നെ അടിമകളുള്ള കാലത്ത് അടിമകൾക്ക് പാടില്ല. കാരണം അടിമയുടെ സമ്പത്ത് മുഴുവനും യജമാനനാണ്. അതുകൊണ്ട് അടിമകൾക്കും പാടില്ല. നാലാമത്തെ ഒരു വിഭാഗം കൂടിയുണ്ട്, സഫീഹ്. അതോ മന്ദബുദ്ധിയൊന്നുമല്ല, പക്ഷെ പണം കൈകാര്യം ചെയ്യാൻ തീരെ അറിയാത്ത ആൾക്കാരുണ്ടാവും. ഒന്നും അറിയില്ല. ചിലപ്പോൾ 50 രൂപന്റെ സാധനം പോയി 500 രൂപക്കൊക്കെ വാങ്ങിക്കൊണ്ടുവരും. അങ്ങനെ ഒന്നും അറിയില്ല. ചിലപ്പോൾ 500 രൂപയ്ക്ക് ബാക്കി കൊടുത്താൽ ഒന്നും അറിയില്ല, മനസ്സിലാവില്ല. ആർക്കും പറ്റിക്കാൻ പറ്റുന്ന സഫീഹുകളായ ആളുകളുണ്ട്. അവർ ഭ്രാന്തൊന്നുമില്ല, പക്ഷെ ഈ കാര്യത്തിന് അവർക്ക് അറിയില്ല. ഇത്തരം ആരായ ആളുകളൊന്നും തന്നെ സഹോദരങ്ങളെ എന്ത് ചെയ്യാൻ പാടില്ല? കച്ചവടം ചെയ്യാൻ പാടില്ല. ചെറിയൊരു കുട്ടി, 5 വയസ്സുള്ള കുട്ടി, അവൻ പോയിട്ട് പറയാണ്, വീട്ടിലത്തെ മുറ്റത്തെ ഈ സ്കൂട്ടർ ഞാൻ 50,000 വിറ്റു എന്ന് പറയുകയാണെങ്കിൽ, കിട്ടിയ ചാൻസ് 5 വയസ്സുള്ള കുട്ടി അവൻ്റെ മുറ്റത്തത് വാങ്ങി വിൽക്കുകയാണ്. വേഗം അപ്പം തന്നെ പോക്കറ്റിൽ നിന്ന് 50,000 കൊടുത്തിട്ട് ആ സ്കൂട്ടർ എടുത്തിട്ട് പോയാൽ ശരിയാവോ? ഇല്ല. ആ സ്കൂട്ടറിന് അവന്റെ പേരിലുള്ള സ്കൂട്ടർ ആണെങ്കിൽ പോലും ശരി അല്ലെ. ചില ചെറിയ കുട്ടിക്ക് പൈസ ഉണ്ടാകും. എങ്ങനെ? അനന്തരം കിട്ടുന്ന ആൾക്കാരുണ്ടാവും. ഉപ്പ മരിച്ചുപോയി, ചെറിയ കുട്ടിയാണ്, 8 വയസ്സ് 7 വയസ്സായിട്ടുള്ളൂ. ചിലപ്പോൾ അനന്തരമായിട്ട് ഏക്കർ കണക്കിന് സ്ഥലവും അതേപോലെ തന്നെ ഭൂമി, വീടും, ചിലപ്പോൾ വലിയ ഫ്ലാറ്റുകളൊക്കെ ഇവന്റെ പേരിൽ വരും. കാരണം ഇവന്റെ ഉപ്പ മരിച്ചു പോയപ്പോൾ അനന്തരമായിട്ട് കിട്ടിയതാണ്. ചെറിയ കുട്ടിയാണ്. ഇപ്പൊ ഒരാൾ ഈ കുട്ടീൻ്റെ അടുത്ത് പോയി സംസാരിച്ചിട്ട്, നീ ഫ്ലാറ്റ് കൊടുക്കുന്നു, ഞാൻ നിനക്ക് നല്ല ഇത് വാങ്ങിത്തരാം, മുട്ടായി വാങ്ങിത്തരാം, അത് വാങ്ങിത്തരാം, മുട്ടായിൻ്റെ ഒരു ഫാക്ടറി തന്നെ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിയെ ചാക്കിലാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി ചിലപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റിൽ ചെറിയ കുട്ടിക്ക് എനിക്കറിയില്ല, ചിലപ്പോൾ ഇവിടെ ഉണ്ടോ നിയമം ഉണ്ടാവാൻ സാധ്യതയില്ല. ബുദ്ധിയുള്ള ആൾക്കാർ ആരും ചെയ്യില്ല. അങ്ങനെ ഗവൺമെന്റിന്റെ നിയമത്തിൽ ഉണ്ടോ എങ്കിലും പോലും അവൻ അങ്ങനെ കുട്ടിനെ കൊണ്ട് ഒപ്പൊക്കെ ഇടിച്ച് ഞാനിത് വിറ്റിരിക്കുന്നു, വാങ്ങിയിരിക്കുന്നു, മറ്റ് മുദ്രപത്രം ഉണ്ടാക്കിയാൽ ഇസ്ലാമികമായിട്ട് ഹലാലാവുകയില്ല. കാരണം ചെറിയ കുട്ടി ജായിദ് തസറുഫ് അല്ല. ചെറിയ കുട്ടി ജായിദ് തസറുഫ് അല്ല. അതേപോലെ തന്നെ ഭ്രാന്തൻ, ബുദ്ധിയില്ല. ചിലപ്പോൾ ബുദ്ധി ഉണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിയില്ലാത്ത ഒരുവനാണ്. അവന് വയസ്സ് എത്ര ആയാലും കുഴപ്പമില്ല, അവന് ചിലപ്പോൾ 30 വയസ്സുണ്ടാവും, ബുദ്ധിയില്ല. അപ്പൊ അവനും ഇതേപോലെ അനന്തരമായിട്ടും മറ്റുമൊക്കെ അവന്റെ അടുത്തും സ്വത്തുക്കൾ ഉണ്ടാവാം. അപ്പൊ അവനെ മെല്ലെ കൊണ്ടുപോയിട്ട് കുടുംബത്തിലൊരാൾ ആരെയൊക്കെ കൊണ്ടുപോയി ഇവന്റെ പേരിലുള്ള സ്വത്ത്, സഹോദരങ്ങൾ, അത് പാടില്ല. കാരണം ഇവനൊരു വലിയ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഇവന്റെ വലിയാണ് എന്ത് ചെയ്യുക, ഇവന്റെ കാര്യങ്ങളൊക്കെ സഹോദരങ്ങൾ ചെയ്യേണ്ടത്. അതല്ലാതെ ഇത്തരത്തിലുള്ള ഭ്രാന്തുള്ളവർ, അതേപോലെ തന്നെ ചെറിയ കുട്ടികൾ, അതേപോലെ തന്നെ പണമിടപാട് നടത്താൻ തീരെ അറിവില്ലാത്ത വിഡ്ഢികൾ, പിന്നെ അടിമകൾ ഈ കാലത്ത് വരുന്നില്ല. ഈ പറയുന്ന ആളുകൾക്കൊന്നും തന്നെ കച്ചവടം ചെയ്യാൻ അനുവാദമില്ല. ജായിദ് തസറുഫായിരിക്കണം എന്ന് പറയും. അഥവാ സ്വതന്ത്രനായിരിക്കണം, പ്രായപൂർത്തിയവനായിരിക്കണം, വലിയ ആളായിരിക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവുള്ള ആളുകളായിരിക്കണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. അതായത് ബയ്യറും സെല്ലറും ഈ പറയുന്ന ഇനങ്ങളിൽപ്പെട്ട ആളുകളായിരിക്കണം. രണ്ടാമത്തേത് റാളിൻ ഗൈറു മുക്രഹ്, തൃപ്തിയോടുകൂടിയാണ് ഒരാൾ കച്ചവടം ചെയ്യേണ്ടത്. നിർബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ കച്ചവടം ചെയ്താൽ ആ കച്ചവടം ഹലാലാവുകയില്ല എന്നാണ് പറയുന്നത്. ഇവിടെ നിർബന്ധിക്കപ്പെടുക അല്ലെങ്കിൽ തൃപ്തിയാവുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, തൃപ്തിയാവുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായ മനസ്സിൽ നല്ല ഇഷ്ടത്തോടു കൂടി കൊടുക്കാമെന്നല്ല. കാരണം ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് വേറെ വഴിയില്ല. അങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പോൾ വിൽക്കും. അല്ല, ഒരാൾ വലിയൊരു കടബാധ്യതനായി, അത് ചിലപ്പോൾ കഷ്ടപ്പെട്ടെടുത്ത വീടായിരിക്കും, ഭയങ്കര സ്വപ്നത്തിലെടുത്ത അങ്ങനെയുള്ളൊരു സ്ഥലത്ത്, അങ്ങനെയുള്ളൊരു ലൊക്കേഷനിൽ, അങ്ങനെയുള്ളൊരു രൂപത്തിലൊക്കെ ഇയാളെന്നെ ഡിസൈനൊക്കെ ചെയ്ത വീടായിരിക്കും. പക്ഷെ വലിയൊരു സാമ്പത്തിക ബാധ്യത വരുമ്പോൾ സ്വാഭാവികമായിട്ട് അയാൾക്ക് വിൽക്കേണ്ടി വരും. മനസ്സിന് വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല. അതല്ല തൃപ്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരും നിർബന്ധിക്കപ്പെട്ടതാകാൻ പാടില്ല. വിറ്റേ മതിയാവും. രണ്ടാൾക്കാർ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അല്ലെ, പല നാടുകളിലും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ സ്ഥലം നമ്മളെ പേരിൽ വിറ്റേ പറ്റുള്ളൂ, ഗുണ്ടകളെ കൊണ്ടുവന്നിട്ട് ഈ ഏരിയ നമുക്ക് പ്രോപ്പർട്ടി നമുക്ക് വിൽക്കണം എന്ന് പറഞ്ഞ് വിറ്റാൽ സഹോദരങ്ങളെ ആ ബൈഅ് സഹിഹാവുകയില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. നിർബന്ധിക്കപ്പെടുക എന്ന് ഉദ്ദേശിക്കുന്നതാണ്. അല്ലാതെ മനസ്സിന് അങ്ങനെ പൂർണ്ണമായി സന്തോഷത്തോടു കൂടി കൊടുക്കാന്നല്ല. ചില സമയത്ത് നമുക്ക് സന്തോഷം ഇല്ലാതെയും നമ്മൾ ചില വസ്തുക്കൾ കൊടുക്കേണ്ടി വരും. കാരണം നമുക്ക് വേറെ പൈസ കയ്യിൽ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ചില വസ്തുക്കളൊക്കെ നമ്മൾ വിറ്റിട്ട് എന്ത് ചെയ്യും, നമ്മൾ കാറ് വിൽക്കും. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും എന്താ ഉള്ളത് അത് വിറ്റിട്ട് നമ്മൾ ചെയ്യും. അതല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരാൾ ഭീഷണിപ്പെടുത്തിയിട്ട് മറ്റുമൊക്കെ വിൽക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ അത്
എന്ത് ചെയ്യും, അത് ജായിസ് ആവുകയില്ല എന്നാണ്. അത് രണ്ടും വിൽക്കുന്ന ആളാകട്ടെ വാങ്ങുന്ന ആളാകട്ടെ രണ്ടുപേരും നിർബന്ധിക്കപ്പെടാൻ പാടില്ല. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നിർബന്ധിക്കപ്പെടും. അത് ദീനുൽ ഇസ്ലാമിന് അനുവദനീയമായ കാര്യമുണ്ട്. അത് 3 സാഹചര്യങ്ങളിലാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒന്ന് അഷ്ഫ എന്ന് പറയും. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഭൂമി അതിന് 2 ആളുകൾ ഓണറായിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു ഉപ്പ മരിച്ചപ്പോൾ മുമ്പിലുള്ള ഒരു ഏക്കർ 2 ആൺമക്കളാണുള്ളൂ, അവർ മാത്രമേ ഉള്ളൂ അനന്തരം എടുക്കാനെന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ട് അവർക്ക് 2 പേർക്കും പകുതിയും കിട്ടും. അപ്പോൾ കിഴക്ക് ഭാഗം ഇയാൾക്ക്, പടിഞ്ഞാറ് ഭാഗം മറ്റേയാൾക്ക്, അങ്ങനെയൊന്നും ഇതുണ്ടാവില്ല. ഈ മൊത്തം ഇവർക്കാണ്. മൊത്തത്തിന്റെ അവകാശം ഇപ്പം ഇവരാണ്. ഇന്ന ഭാഗം അങ്ങനെയൊന്നും വേർതിരിച്ചിട്ടില്ല, മൊത്തം ഇവരാണ്. ഇതിലൊരാൾ പോയിട്ട് വേറൊരാൾക്ക് കച്ചവടം ചെയ്തു എന്ന് വിചാരിക്കുക. ഒരാൾ പറഞ്ഞു എൻ്റെ പകുതി ഉണ്ട്, ഞാനിതാ പകുതി, ഈ മൊത്തം പ്രോപ്പർട്ടിന്റെ പകുതി നിന്റെ പേരിൽ എഴുതി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിനൊരു 10 ലക്ഷം ഉറുപ്പിക കൊടുത്തിട്ട് മൂന്നാമതൊരാൾക്ക് ഈ 2 ആളുണ്ടെങ്കിൽ, മുഹമ്മദും സെയ്ദും ഉണ്ടെങ്കിൽ സെയ്ദ് എന്ത് ചെയ്തു, അബൂബക്കറിന് അത് കൊടുത്തു എന്ന് വിചാരിക്കുക. മൂന്നാമത്തെ ഒരാൾക്ക് അബൂബക്കർ അവിടെ വന്ന് നോക്കിയപ്പോൾ സെയ്ദ് ആണ് അതിന്റെ ബാക്കിയുള്ള ഉടമ. സെയ്ദ് പറഞ്ഞു ഇല്ല, ഈ പകുതി ഞാൻ തരില്ല, കാരണം മൊത്തത്തിന്റെ പകുതി അവകാശി ഞാനാണ്. അതുകൊണ്ട് എത്ര രൂപയാണ് തന്നത്? 10 ലക്ഷം. 10 ലക്ഷം രൂപ എന്നത് ആ സ്ഥലം എന്റെ പേരിൽ തിരിച്ചു തരണം എന്ന് നിർബന്ധമായി പറഞ്ഞാൽ ഇസ്ലാമിക കോടതി അതെന്ത് ചെയ്യും? അത് ആ ആദ്യത്തെ ആൾക്ക് തന്നെ അത് കൊടുക്കും. കാരണം ഇയാൾക്കും കൂടി അവകാശമുണ്ട് മൊത്തത്തിൽ. അപ്പൊ പകുതി ഒരാൾക്ക് വേറൊരാൾക്ക് വിൽക്കാൻ പാടില്ല. അത് ഇസ്ലാമിക നിയമമാണ്. അതേപോലെ തന്നെ ഒരാള് പണം ഒരുപാട് ആൾക്ക് കടം കൊടുക്കാനുണ്ട്. അയാളെടുത്താണെങ്കിൽ ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട്, ഇയാൾ കൊടുക്കുന്നില്ല. ഒരാൾക്ക് 10 ലക്ഷം കൊടുക്കാനുണ്ട്, ഒരാൾക്ക് 20 ലക്ഷം കൊടുക്കാനുണ്ട്, 30 ലക്ഷം കൊടുക്കാനുണ്ട്. ഇയാളെടുത്താണെങ്കിൽ ഇഷ്ടം പോലെ പ്രോപ്പർട്ടി ഉണ്ട്, ഞെരുക്കമുള്ള ആളല്ല, അല്ലെങ്കിൽ ആ രൂപത്തിൽ അയാളൊരു ബാങ്ക്രപ്റ്റ് ആയിട്ട് മാറിയിട്ടില്ല, മുഫ്ലിസ് ആയിട്ടൊന്നും മാറിയിട്ടില്ല. ഇയാളിൽ പൈസ ഉണ്ട്, അക്കൗണ്ടിലില്ല, പക്ഷെ ഒരുപാട് പ്രോപ്പർട്ടി, കാറ് 10-20 കാറുണ്ട്, മറ്റേത് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, ഒരുപാട് ആൾക്ക് പൈസ കൊടുക്കാനുണ്ട്. അവിടെ ഇസ്ലാമിക, ഇതൊക്കെ ഞാൻ പറയുന്ന ഈ നിയമങ്ങളൊക്കെ എവിടെ പാലിക്കപ്പെടുള്ളൂ? ഇസ്ലാമിക കോടതി ഉണ്ടെങ്കിലാണ് ഇതൊക്കെ പിടിച്ചല്ല. നമ്മൾ 2 ഗുണ്ടകളെ കൊണ്ടുപോയി ചെയ്യേണ്ട കാര്യമല്ല ഇത്. ഇസ്ലാമിക കോടതി ഉണ്ട് എങ്കിൽ അവിടെ എന്ത് ചെയ്യും? കോടതി നിർബന്ധപൂർവ്വം ഏർപ്പെട്ടിട്ട് അയാളെ സാധനങ്ങൾ വിൽപ്പിക്കും, നിർബന്ധപൂർവ്വം വിൽപ്പിക്കും. അവിടെ അയാളെ നിർബന്ധിപ്പിക്കാൻ അനുവാദമുണ്ട്. അതല്ലാതെ അയാൾ തൃപ്തിയോടെ, അയാൾ ചിലപ്പോൾ വിൽക്കാൻ കൂട്ടാക്കൂല, അയാൾ നിർബന്ധപൂർവ്വം അയാളെ കൊണ്ട് ഒപ്പിടിച്ച് അയാളെ സാധനം എന്ത് ചെയ്യും? ഓരോരുത്തർക്ക് കടം അത് വീട്ടാൻ ഉപയോഗിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞു ഓരോരുത്തരുടെയും പകുതിയാണ് ആദ്യം കൊടുക്കുക. ഒരാൾക്ക് 10 ലക്ഷം കൊടുക്കുകയാണ്, അവൻ 5 കൊടുക്കും, വേറെ 8 ഉണ്ടെങ്കിൽ അവൻ 4 കൊടുക്കും, പിന്നീട് ബാക്കി അവൻ കൊടുക്കാനാണ് ഏൽപ്പിക്കുക എന്നാണ്. അതേപോലെ ബൈഉൽ മുഷ്തറക് ഗൈറുൽ മുൻഖസിം ബിതലബി ശരീക് എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു ഇനത്തിൽ നിർബന്ധപൂർവ്വം വിൽക്കേണ്ടി വരും. ഉദാഹരണത്തിന് 2 ആൾ കൂടിയിട്ട് ഒരു കാറ് വാങ്ങി, ഒരാൾ 5 ലക്ഷം ഇട്ട് വേറൊരാൾ 5 ലക്ഷം ഇട്ട് 10 ലക്ഷത്തിന്റെ ഒരു കാറ് വാങ്ങി. അപ്പോൾ ഞാനൊരു ദിവസം കൊടുക്കുക, നീ ഒരു ദിവസം കൊടുക്കുക എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്. പിന്നെ അവൻ പറഞ്ഞല്ല എനിക്ക് ഈ ദിവസം എനിക്ക് പോകാനുണ്ട്, മറ്റേ പറഞ്ഞാൽ എനിക്ക് പോകാനുണ്ട്. ഇവർ തമ്മിൽ തർക്കമായി. അപ്പോൾ ഒരാൾ പറഞ്ഞാൽ പിന്നെ നമുക്ക് വിൽക്കാം, എന്നിട്ട് 5 ലക്ഷം തിരിച്ചെടുക്കും. മറ്റേ പറഞ്ഞില്ല വിൽക്കൊന്നുമില്ല, എനിക്ക് കാറ് വേണം. അങ്ങനെ പ്രശ്നമായി. ഇത്തരം സാഹചര്യങ്ങൾ ഇസ്ലാമിക കോടതിൻ്റെ എന്താ ചെയ്യാം? അവിടെ വന്നിട്ട് നിർബന്ധപൂർവ്വം വിൽപ്പിക്കും. ഒരാൾ വിൽക്കാൻ തയ്യാറല്ല, പക്ഷേ അയാൾ ഇങ്ങനെ ദിവസമൊക്കെ ഓരോ തോന്നിയ പോലെ എടുക്കുകയാണ്. അപ്പോൾ അവിടെ ഇയാൾ പോയി മഹ്കമയിൽ, കോടതിയിൽ പോയി പ്രശ്നം ഉന്നയിച്ചാൽ നിർബന്ധപൂർവ്വം മറ്റേയാൾക്ക് വിൽക്കേണ്ടി വരും. ഈ പറയുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ ഉപദ്രവങ്ങളെ നീക്കം ചെയ്യാണ്. ഈ റഫ്ദറർ, ഒരാൾക്കും 2 കൂട്ടർക്കും ഒരു പ്രയാസവും ഉണ്ടാകാൻ പാടില്ല. അത്തരം സാഹചര്യങ്ങളിൽ മാത്രമാണ് നിർബന്ധിക്കപ്പെട്ടിട്ടും വിൽക്കേണ്ടിയും വാങ്ങേണ്ടിയൊക്കെ വരുന്നത്. അതല്ല എങ്കിൽ അഫ്സൽ എന്താണ് നമ്മൾ പറഞ്ഞതുപോലെ തൃപ്തിയോടുകൂടി മാത്രമേ വിൽക്കുന്നവൻ തൃപ്തിയോടുകൂടി മാത്രമേ വിൽക്കുള്ളൂ, അല്ലെങ്കിൽ അത് വിൽക്കുകയില്ല എന്നാണ്. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത്, വിൽക്കുന്നവൻ മാലിക്കായിരിക്കണം, അല്ലെങ്കിൽ മഅ്സൂനുൽ ലഹു, അതിന് വിൽക്കാൻ പെർമിഷൻ കിട്ടിയ ആൾക്കായിരിക്കണം. ഈ 2 ആൾക്കാർ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ. ഒന്നാരാണ് മാലിക്കായിരിക്കണം, ഉടമസ്ഥനെ വിൽക്കാൻ പറ്റുള്ളൂ. എന്റേതല്ലാത്ത വസ്തു എനിക്ക് വിൽക്കാൻ പറ്റൂല. എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ ജ്യേഷ്ഠന്റെ ഒരു കാറുണ്ട് എന്ന് വിചാരിക്കുക. ജ്യേഷ്ഠൻ ഗൾഫിൽ പോയിട്ടുള്ളത്. ഞാൻ എന്ത് ചെയ്തു? എനിക്ക് പൈസന്റെ ഒരു ആവശ്യം വന്നപ്പോൾ ഞാൻ ആ കാർ എടുത്തിട്ട് വിറ്റു. അനുവദനീയാവുമോ? ഇല്ല. ജ്യേഷ്ഠൻ വന്നു കഴിഞ്ഞാൽ അത് അക്ത് ഫാസിദാണ്. കാരണം അവന്റെ കയ്യിലില്ലാത്ത വേറൊരാളുടെ വസ്തു എടുത്തിട്ടാണ് വിറ്റത്. അത് പാടില്ല. ലാ തബി മാ ലൈസ ഇൻദക്, ഹദീസിൽ വന്ന കാര്യമാണ്. നിന്റെ കയ്യിലില്ലാത്ത വസ്തു നീ വിൽക്കാൻ പാടില്ല. അതുമായി ബന്ധപ്പെട്ട പിന്നീട് ഇൻഷാ അല്ലാഹ് ഒരുപാട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അസ്സൽ നമ്മൾ മനസ്സിലാക്കാം, നമ്മൾ ഉടമപ്പെടുത്താത്ത ഒരു വസ്തു നമുക്ക് വിൽക്കാൻ സാധിക്കില്ല. നമുക്ക് വിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ബ്രോക്കർക്ക് വിൽക്കാൻ സാധിക്കില്ല. ബ്രോക്കർക്ക് ബ്രോക്കറേജ് ഫീസ് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ടോക്കൺ വാങ്ങിയിട്ട് വിൽക്കുക എന്ന് പറയുന്നത് അത് ഇസ്ലാമികമായിട്ട് ശരിയല്ല. ഒരാൾ പോയിട്ട് ഒരു സ്ഥലം കണ്ടു, 1 കോടി റുപ്യന്റെ സ്ഥലമാണ്. ഇയാൾ ഒരു 10,000 കൊടുത്ത് ടോക്കൺ കൊടുത്തിട്ട് എന്ത് ചെയ്തു? അതവിടെ വെച്ചു. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു? പുറത്തു പോയിട്ട് ആൾക്കാരോട് പറഞ്ഞു എൻ്റെ അടുത്തൊരു സ്ഥലമുണ്ട്, അത് 1.10 ആവും, 1 കോടി 10 ലക്ഷം റുപ്യ ആകും,
ഇങ്ങനെയുള്ളൂ. അയാൾ തൃപ്തിപ്പെട്ടു, നേരെ കോൺട്രാക്ട് എഴുതി ഈ പൈസ കൈക്കലാക്കുക എന്ന് പറയുന്നത് പാടില്ലാത്ത കാര്യമാണ്. കാരണം എൻ്റെ കയ്യിലില്ലാത്ത സാധനമാണ്, ഞാൻ ഒരു ടോക്കണെ കൊടുത്തിട്ടുള്ളൂ, എൻ്റെ കയ്യിലായിട്ടില്ല. ഇയാൾക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? ഇത് 1 കോടി 2 ലക്ഷത്തിനോ 1 കോടി 5 ലക്ഷത്തിനോ ഒക്കെ വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ബ്രോക്കറേജ് ഇയാൾക്ക് സ്വീകരിക്കാം, അത് അനുവദനീയമാണ്. അതല്ലാതെ കയ്യിലില്ലാത്ത സാധനം ഇയാൾക്ക് വിൽക്കാൻ പാടില്ല. കാരണം ദീനിന്റെ ഒരു അടിസ്ഥാന നിയമമാണ്, ആരാണോ നഷ്ടം സഹിക്കാൻ തയ്യാറാവുന്നത് അവർക്കേ ലാഭം കിട്ടുള്ളൂ. അല്ല, ഈ ബ്രോക്കറെ സംബന്ധിച്ചിടത്തോളം ഇയാളെ നോക്കി ടോക്കൺ കൊടുത്തിട്ട് ഇവന് നഷ്ടം ഉണ്ടാവില്ല. പെട്ടെന്ന് അവിടെ ഒരു വെള്ളപ്പൊക്കോ അല്ലെങ്കിൽ ഭൂമി ഉൽക്കോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വസ്തു വന്നു സ്ഥലത്ത് ഒന്നാകെ താണുപോയി എന്ന് വിചാരിക്കുക, ആർക്കാണ് നഷ്ടം? ആ ഓണർക്ക് മാത്രം നഷ്ടം. ഈ ടോക്കൺ കൊടുത്ത ബ്രോക്കർക്ക് ഒരു നഷ്ടമില്ല, ടോക്കൺ ഇയാൾ തിരിച്ചു മേടിക്കും, ഒരു നഷ്ടമില്ല. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അയാൾക്കാണ് നഷ്ടം. എന്നാൽ ലാഭം കിട്ടുമ്പോൾ 1/10 ഇയാൾക്ക് ലാഭം കിട്ടണം. ഇവന് ലാഭം മാത്രമേ കിട്ടുന്നുള്ളൂ, ഇവന് നഷ്ടത്തിന് സഹിക്കാനൊന്നും തയ്യാറല്ല. എന്നാൽ അതിൻ്റെ ഇടയിൽ ഇവൻ കച്ചവടമാക്കിയിട്ടുണ്ടെങ്കിലോ അത് ഫുള്ള് പൈസ പോലും കൊടുക്കണ്ട, കച്ചവടമാക്കിയാൽ മതി, പൈസ പോലും കൊടുക്കണം നിർബന്ധമില്ല. അതിൻ്റെ ഇടയിൽ എന്ത് നഷ്ടം വന്നാലും കച്ചവടമാക്കിയതിന്റെ കാരണത്താൽ ഈ ബ്രോക്കർക്കായിരിക്കും അതിന് നഷ്ടം ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് നമ്മളെ കയ്യിലില്ലാത്ത വസ്തു നമുക്ക് വിൽക്കാൻ പാടില്ല, ബ്രോക്കറേജ് അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഉടമസ്ഥനായിരിക്കണം. അല്ലെങ്കിൽ ഉസൂനുൻ ലഹു, നമുക്ക് അനുമതി കിട്ടണം. വേറൊരാൾ നമ്മളെ ഏൽപ്പിക്കും, വക്കാലത്ത് പോയി എൻ്റെ ഒരു വസ്തു നാട്ടിലത്തെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, നീ ഒന്ന് വിറ്റ് തരണം, അങ്ങനെ അയാൾക്ക് എന്ത് ചെയ്യാം, വിൽക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ജായിദ് തസറുഫ് അല്ലാത്ത ചെറിയ കുട്ടി, മന്ദബുദ്ധി പോലുള്ള ആളുകൾ, അപ്പം അവർക്ക് വിലായത്തായിട്ട് അവരെ ഏറ്റെടുക്കുന്ന ആളുകളുണ്ടാവും, വലിയിട്ട് ആളുകളുണ്ടാകും. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കും എന്ത് ചെയ്യാം, അവർക്ക് വേണ്ടി വിക്കൽ വാങ്ങൽ നടത്തും. അപ്പം യത്തീം മക്കളുണ്ടാവും, അപ്പം അവരുടെ പണം നമ്മൾ എന്ത് ചെയ്യാം, കച്ചവടത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അവർക്ക് നല്ല പൈസ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അവരെ നോക്കുന്ന ആളുകളുടെ ഒരു ബാധ്യതയിൽപ്പെട്ടതാണ്. അപ്പോൾ അവരുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അവർക്ക് അവരുടെ അനുമതിയൊന്നും ആവശ്യമില്ല. കാരണം അവർ ചെറിയ കുട്ടികളാണ്, അവരെ വിലായത്ത് നമ്മൾ ഏറ്റെടുത്തിട്ടാണുള്ളത്. അത് നല്ല നിലക്ക് അവിടെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു പരീക്ഷിക്കും. നമ്മളെ ബെനിഫിറ്റിനല്ല, അവർക്ക് ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ട് പണിയെടുക്കണം. അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം അവരുടെ ചൂഷണം ചെയ്യുകയാണെങ്കിൽ അത് വൻ പാപത്തിൽ എണ്ണപ്പെട്ട കാര്യമാണ് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ 3 കാര്യങ്ങളാണ് സഹോദരങ്ങളെ. 2 ആളുകൾ, ബയ്യറും സെല്ലറും രണ്ടുപേരും, ഒന്ന് ജായിദ് തസറുഫായിരിക്കണം, ഇസ്ലാമികമായ നിയമത്തിൽ കൈകാര്യം കർത്താക്കളായിരിക്കണം. രണ്ടാമത്തത് തൃപ്തിയോടുകൂടി ആയിരിക്കണം, നിർബന്ധിക്കപ്പെട്ട അവസ്ഥയിലാകാൻ പാടില്ല. മൂന്നാമത് ഉടമകളായിരിക്കണം എന്ന കാര്യവും നമ്മൾ പറയുകയുണ്ടായി. ഇതാണ് അർക്കാനുൽ ബൈഇലെ രണ്ടാമത്തെ കാര്യം. 2 ആഖിദാൻ, വിൽക്കുന്ന ആളുകൾ. മൂന്നാമത് നമ്മൾ പറഞ്ഞു അസ്സീഗ, നമ്മൾ വിൽക്കുന്ന രീതി. അസ്സീഗ എപ്പോഴും അവർ പറയുന്നു, പണ്ഡിതന്മാർ പറയുന്നു, മുനജ്ജസായിരിക്കണം, എക്സിക്യൂട്ടബിൾ ആയിരിക്കണം, സംഭവം നടക്കുന്ന കാര്യമായിരിക്കണം, നേർക്കുനേരെ. എന്ന് വെച്ചാൽ അവിടെ ഒരു ക്ലോസ് വെക്കാൻ പാടില്ല. ഇപ്പോൾ പാടില്ലാത്ത കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരാൾ പറയാണ്, ഞാൻ ഈ ഒരു പ്രോപ്പർട്ടി നിനക്ക് വിൽക്കുന്നു, അപ്പോൾ നീ എന്ത് ചെയ്യണം, മറ്റേ സ്ഥലം നീ എടുക്കണം അതിന് പകരമായിട്ട്. അത് പാടില്ല. ആ സ്ഥലം ഇതിന് പകരമായിട്ട് നീ എടുക്കണം, അങ്ങനെയാണ് ഞാൻ ഇത് വിൽക്കുന്നു എന്ന രൂപത്തിൽ കച്ചവടം പാടില്ല. ഒരു അക്കത്തിന്റെ കൂടെ വേറൊരു അക്കത് പാടില്ല. അല്ലെങ്കിൽ പറയാണ്, ഞാനിതാ കോഴിക്കോട് നിന്ന് എപ്പോഴാണോ ഞാൻ വീട് ഒഴിവാക്കി പോകുന്നു, അപ്പോൾ ഞാൻ എൻ്റെ വീട് നിനക്ക് വിൽക്കുന്നു, കച്ചവടമാക്കുക. എപ്പോഴാണ് കോഴിക്കോട് ഞാൻ ഒഴിവാക്കി പോകുന്നത് എനിക്കറിയാം, എനിക്കൊരു വീട് കോഴിക്കോട്. ഞാൻ പറഞ്ഞു, ഞാൻ കോഴിക്കോട് നിന്ന് എപ്പോഴാണോ തിരിച്ചിതൊക്കെ ഒഴിവാക്കി പോകുന്നൊരു സമയം ഉണ്ടാവും, എപ്പോഴാണെന്നില്ല. ആ വിൽക്കുന്ന സമയത്ത് ഞാനിതാ നിനക്ക് ഇത് 15 ലക്ഷത്തിന് അല്ലെങ്കിൽ 50 ലക്ഷത്തിന് വിറ്റിരിക്കുന്നു. അങ്ങനെയുള്ള കച്ചവടം പാടില്ല. നേരെ എക്സിക്യൂഷൻ നടക്കണം, കാര്യങ്ങൾ നടക്കുന്നത് മാത്രമേ പാടുള്ളൂ. അതാണ് സീഗയിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. കച്ചവടത്തിന്റെ രീതിയിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. പിന്നീട് കച്ചവടം ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ നമുക്ക് വാക്കുകൊണ്ട് വാങ്ങി വിറ്റു എന്നുള്ള വാക്കുകൊണ്ട് വാങ്ങാം, അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടും കച്ചവടം ചെയ്യാൻ പറ്റുന്നതാണ്. വാക്കുകൊണ്ട് നമുക്ക് സാധാരണ അറിയുന്ന കാര്യമാണ്, എനിക്കിത് വേണം, അത് 5 ലക്ഷം വിറ്റിരിക്കുന്നു, ആ രൂപത്തിൽ. ചില മദ്ഹബുകളിൽ അത് ഇഷ്തറയിത്തു, ഞാൻ വിറ്റിരിക്കുന്നു, വാങ്ങിയിരിക്കുന്നു എന്ന് പറയണമെന്നാണ്. എന്നാൽ പറയണമെന്നില്ല, നമ്മളതുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം ചെയ്താൽ മതി. രണ്ടാമത്തത് പ്രവൃത്തി മതി. അതായത് ഉദാഹരണത്തിന് നമ്മളൊരു കടയിൽ പോകുന്നു, കടയിൽ പോയിട്ട് നോക്കുമ്പോൾ അവിടെ ഒരു പാലുണ്ട്, നമ്മൾ പാലെടുക്കുന്നു, അവിടെ 28 റുപ്യ അല്ലെങ്കിൽ 30 റുപ്യ അവിടെ വെക്കുന്നു, മതി. അത് പ്രവൃത്തി കൊണ്ടുള്ള കച്ചവടമാണ്. എപ്പോഴും ഞാൻ പാല് വാങ്ങി വിറ്റു എന്ന് പറയണമെന്നില്ല, അത് മതിയാകുന്നതാണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതേപോലെ തന്നെ സഹോദരങ്ങളെ, കച്ചവടം നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവർ പറയുന്നു, ലാ തുഫ്ലി ഇലാ മഹ്ലൂർ, നിഷിദ്ധത്തിലേക്ക് എത്തുന്ന ചില കച്ചവടമുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അൽ ബൈഉ ബഅദ നിദാഇൽ ജുമുഅ, ജുമുഅക്ക് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ കച്ചവടം ചെയ്യാൻ പാടില്ല. എത്രയോ മുസ്ലിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമാണ്. ജുമുഅക്ക് ബാങ്ക് വിളിക്കാൻ അവർ പറയാറുള്ളത് അന്നിദാ അസാനിയ, 2ാം ബാങ്ക് എന്ന് പറയാറുണ്ട്. കാരണം നമുക്കറിയാം ജുമുഅക്ക്
2 ബാങ്കുകൾ ഉണ്ട്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലം മുതൽ 2 ബാങ്കുണ്ട്. എന്നാൽ ഒരു ബാങ്ക് മതി എന്ന അഭിപ്രായവും പണ്ഡിതന്മാർക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ബാങ്ക് എന്ന് പറയുന്നത് എപ്പോഴാണ്? ഇമാം മിമ്പറിൽ കയറിയാലുള്ള, ഖത്തീബ് മിമ്പറിൽ കയറിയാലുള്ള ബാങ്ക്. ആ ബാങ്ക് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് കച്ചവടം ചെയ്താൽ സഹോദരങ്ങളെ അത് സ്വഹീഹാവുകയില്ല എന്നുള്ളത് മനസ്സിലാക്കണം. എത്രയോ ആളുകൾക്കറിയില്ല. അതിനുശേഷം കച്ചവടം നടത്തും. ഉദാഹരണത്തിന് എല്ലാവരും കച്ചവടമൊക്കെ പൂട്ടി. ഇപ്പോൾ പണ്ഡിതന്മാർ പറയും സൗദി അറേബ്യയിൽ ഇപ്പോൾ കടകളൊക്കെ പൂട്ടും. എന്നാലും ചിലപ്പോൾ ചില അബദ്ധം പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് നമ്മൾ മസ്ജിദിലേക്ക് എത്തുമ്പോൾ ബാങ്ക് വിളിച്ചു, രണ്ടാമത്തെ ബാങ്ക് വിളിച്ചിട്ടുള്ളത് നമ്മൾ കയറുന്നുള്ളൂ. അപ്പോൾ അവിടെ ഒരു മിസ്വാക്ക് കടക്കാരൻ വിൽക്കുന്നുണ്ട്. മിസ്വാക്ക് 2 റിയാൽ നമ്മൾ വാങ്ങി മിസ്വാക്ക് കയ്യിൽ തന്നാൽ സഹോദരങ്ങളെ ദീനിന്റെ നിയമം അത് ബാത്തിലാണ്. എന്ത് ചെയ്യണം? അത് തിരിച്ച് മിസ്വാക്ക് കൊടുത്തിട്ട് ആ 2 റിയാൽ നീ ഇങ്ങോട്ട് വാങ്ങണം. അതാണ് നിയമം. പാടില്ല. ജുമാക്ക് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ കച്ചവടം പാടില്ല. അത് ഓൺലൈനിലാണെങ്കിലും പണ്ഡിതന്മാർ പറയുന്ന കാര്യമാണ്. ചിലപ്പോൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് വേഗം ഒരു പ്രൊഡക്റ്റ് ഓഫർ വന്നു, 1 മണിക്കാണ് ഓഫർ, വേഗം അങ്ങോട്ട് ബുക്ക് ചെയ്തേക്കാം, ആമസോണിൽ ബുക്ക് ചെയ്യാം അല്ലേ. ആ രൂപത്തിൽ ഒരാൾ ഓൺലൈനിൽ ബാങ്ക് വിളിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ബാങ്ക് വിളിക്കുന്നതിൻ്റെ ഇടയിൽ വേഗം ഒരു ഓൺലൈനിൽ ഒരു ബുക്കിംഗ്. സഹോദരങ്ങളെ പാടില്ല. ബാങ്ക് വിളിച്ചതിന് ശേഷം കച്ചവടം പാടില്ല. ആ സമയത്ത് കച്ചവടം ചെയ്താൽ അത് സ്വഹീഹാവുകയില്ല. എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. പൈസ വാങ്ങിയിട്ട് വസ്തു തിരിച്ചു കൊടുക്കണം. അല്ല നമ്മൾ വിൽക്കുക ചെയ്തെങ്കിൽ നമ്മളെ പൈസ, സാധനം ഇങ്ങോട്ട് വാങ്ങിയിട്ട് പൈസ കൊടുക്കണം. പലർക്കും അറിയാത്ത കാര്യമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. 2 ബൈഉ മാ യഅലമു ഇസ്തിഅമാലുഹു ഫിൽ ഹറാം. ഹറാമിൽ ഉപയോഗിക്കുമെന്ന് ഉറപ്പുള്ള വസ്തു നമുക്ക് വിൽക്കാൻ പാടില്ല. ഇതും എത്രയോ മുസ്ലിം, ഞാൻ നേരത്തെ പറഞ്ഞു വിശദീകരിക്കാം, എത്രയോ മുസ്ലിമീങ്ങൾക്ക് അറിയാത്തൊരു കാര്യമാണ്. നമ്മൾ വിൽക്കുന്ന വസ്തു അസ്ലിയായി ഹലാലായിരിക്കട്ടെ. അസ്ലിയായി ഹലാലല്ലാത്തത് എന്തായാലും വിൽക്കാൻ പാടില്ല. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ അത് ഹറാമിന് ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുള്ള ചില വസ്തുക്കളുണ്ട്. അതായത് ചില വസ്തുക്കൾ പൂർണ്ണമായി ഹറാമായ വസ്തു, അത് എങ്ങനെ ഉപയോഗിച്ചാലും ഹറാമാണ്. പന്നിമാംസം അതെങ്ങനെ ഉപയോഗിച്ചാലും ഹറാമാണ്. അത് പന്നിമാംസത്തിന്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ചേർത്തത് അത് ഹലാലാവൂല. പന്നിമാംസം എങ്ങനെയായാലും ഹറാമാണ്. അതെങ്ങനെയും വിൽക്കാൻ പാടില്ല. മദ്യം എങ്ങനെയും ഹറാമാണ്. നമുക്കൊരിക്കലും അത് വിൽക്കാൻ പാടില്ല. നമ്മൾ പറഞ്ഞു വന്നത് ഹറാമിന് ഉപയോഗിക്കപ്പെടുമെന്ന് അറിയുന്ന വസ്തു വിൽക്കാൻ പാടില്ല. സിഗരറ്റ് വിൽക്കാൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം സിഗരറ്റ് അത് അസ്ലിയായ ഹറാമാണ്. അതിൽ വേറെ ഹലാലായ ഒരു ഉപയോഗം അതില്ല. അതറിയാത്ത ആളുകൾ തന്നെ ഉണ്ട്. സൂപ്പർ മാർക്കറ്റൊക്കെ ജോലി ചെയ്യുന്ന മുസ്ലിം സഹോദരങ്ങൾ നിർബന്ധമായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ ഷോപ്പുകളിൽ നിന്നും ഇത്തരം ഹറാമായ ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. മാരകമായ ക്യാൻസറുകൾ പോലെയുള്ള രോഗങ്ങൾ സ്വന്തത്തിനും കുടുംബത്തിനും ഒക്കെ വരുത്തി വെക്കുന്ന, എല്ലാം കൊണ്ടും ഉപദ്രവകരമായിട്ടുള്ള ഒരു കാര്യമാണ് സിഗരറ്റ് എന്നുള്ളത്. അത് നമ്മൾ ഷോപ്പിൽ വിൽക്കാൻ പാടില്ല. എത്ര സൂപ്പർ മാർക്കറ്റുകാരാണ്, പേരൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, മുസ്ലിമീങ്ങൾ നടത്തുന്ന കടകളിൽ ഇത് കാണാൻ സാധിക്കും. അപ്പം അത് അവർ ഒഴിവാക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഹറാമായ മറ്റൊരുപാട് വസ്തുക്കളും വിൽക്കുന്നവരുണ്ട്. ഒന്നത്. രണ്ടാമത്തത് ഹറാമിന് ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യത ഉള്ള വസ്തുക്കൾ. ഉദാഹരണത്തിന് നമ്മളൊരു ഫ്രൂട്ട്സ് കച്ചവടക്കാരനാണ്. നമ്മൾ പാളയം മാർക്കറ്റിൽ വലിയ ഫ്രൂട്ട്സ് കച്ചവടം നമുക്കുണ്ടെന്ന് വിചാരിക്കും. വലിയ ഹോൾസെയിലറാണ്. നമ്മൾക്ക് ടൺ കണക്കിന് ഫ്രൂട്ട്സ് വരും. അപ്പോൾ നമുക്ക് വലിയൊരു ഓർഡർ കിട്ടി. ഒരു ബ്രൂവറിയിൽ നിന്ന് ഓർഡർ കിട്ടി. ബീവറേജ് കമ്പനി, കള്ളുണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ നിന്ന് ഓർഡർ കിട്ടി. ഡെയിലി അവർ 500 കിലോ മുന്തിരി എടുക്കും. അവർക്ക് എന്ത് വേണം? വൈൻ ഉണ്ടാക്കാനാണ്. അതല്ലെങ്കിൽ മറ്റ് ഫ്രൂട്ട്സ് വെച്ചിട്ടും ചിലപ്പോൾ കള്ളുണ്ടാക്കും. അതിനു വേണ്ടിയിട്ടാണ് ഡെയിലി 500 കിലോ ഓർഡർ തരും. ഭയങ്കരമായ ഓർഡറാണ്. ആ രൂപത്തിൽ ഡെയിലി ഓർഡർ 5 കിൻഡൽ ഓർഡർ വരികയാണ്. സഹോദരങ്ങളെ, ഇത് നിഷിദ്ധാണ്. ഇത് നമുക്ക് നിഷിദ്ധാണ്. കാരണം നമുക്കറിയാം ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് ഇന്നതിന് വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ നമുക്ക് ആദ്യം അറിയാത്തതുണ്ടാവും. നമ്മൾ ഒരാൾ ഇങ്ങനെ ഫ്രൂട്ട്സ് ഉണ്ടോ നമുക്കറിയില്ല. നമ്മൾ അസിൽ ഹലാലാണ്. നമുക്ക് ഫ്രൂട്ട്സ് ഹലാലാണെങ്കിൽ ആരും വന്നാലും നമുക്ക് വിൽക്കാവുന്നതാണ്. അസിൽ ഹലാലാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളോട് വിവരം കിട്ടി ഇവർ കൊണ്ടുപോകുന്നത് ഇന്നതിനാണ്, ശേഷം നമുക്ക് വിൽക്കാൻ പാടില്ല. അല്ലെങ്കിൽ നമുക്ക് ആദ്യമേ വിവരം കിട്ടിയ അന്ന് മുതൽ ഇത് വിൽക്കാൻ പാടില്ല. വല തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ അതിക്രമത്തിലും പാപത്തിലും സഹകരിക്കാൻ പാടില്ല. ഇതൊരു സോഡ കൊണ്ടാണെങ്കിൽ പോലും കള്ളുടിയന്മാർ വന്നിട്ട് സോഡക്ക് വെച്ച് വിൽക്കാൻ അനുവാദമില്ല. എന്നാൽ ആരെങ്കിലൊക്കെ സോഡ വാങ്ങി എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇപ്പം സൂപ്പർ മാർക്കറ്റ് ആരെങ്കിലും സോഡ എടുത്തുകൊണ്ട് പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. കാരണം നമുക്കറിയില്ല എന്തിനാണ്. എന്നാൽ 2-3 കള്ളുടിയന്മാർ അവിടെ നമ്മൾ കാണണം. അപ്പുറത്ത് കള്ളുടിയന്മാരാണ്. ഓടി വന്നിട്ട് സിഗരറ്റ് വേണം, ഒരു കുപ്പി സോഡ വേണം, ഒരു പെട്ടി അച്ചാർ വേണം, കുറച്ച് മിക്സർ വേണം, ഇതൊക്കെ പറഞ്ഞാലോ നിഷിദ്ധാണ്. ഇതിന് നിങ്ങൾക്ക് എന്ത് പ്രയാസമാണെങ്കിലും സഹോദരങ്ങളെ അത് മനസ്സിലാക്കണം. അത് പാടില്ല. വല തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. അതേപോലെ തന്നെ ഇറക്കം കുറഞ്ഞ ഡ്രസ്സ്, സ്ത്രീകൾ ധരിക്കുന്ന ഇറക്കം കുറഞ്ഞ ഡ്രസ്സ്, അത് നമുക്ക് അസ്ല അനുവദനീയമാണ്. കാരണം ഒരു സ്ത്രീക്ക് വേണമെങ്കിൽ തന്റെ ഭർത്താവിന് മുന്നിൽ
വീടിനകത്തും ധരിക്കാവുന്നതാണ്. എന്നാൽ ഇത് പുറത്തേക്ക് ഇടാൻ മാത്രമായിട്ടുള്ള ഡ്രസ്സാണ്, ഇത് അകത്തിടുന്നതല്ല. അതെങ്ങനെ വെച്ചാൽ ഭയങ്കര വിലൻ്റെതായിരിക്കും, അത് പുറത്തുനിന്ന് സ്ത്രീകൾ ഇടുക. അങ്ങനെ മുത്തബരിജായിട്ട് സ്ത്രീകൾക്ക് നടക്കാൻ അനുവാദം സാധിക്കുന്ന രൂപത്തിലെ വസ്ത്രങ്ങളാണെങ്കിൽ അത് വിൽക്കാൻ തന്നെ പാടില്ല. അത് വിൽക്കാൻ തന്നെ പാടില്ല, കാരണം അതിനൊരൊറ്റ ഉപയോഗമേ ഉള്ളൂ. ഇനി അതല്ല, അത് രണ്ടുപയോഗത്തിന് പറ്റുന്നതാണ്, അതൊരാൾ പുറത്തേക്കാണ് ഉപയോഗിക്കുക എന്ന് മനസ്സിലായാൽ അത് വിൽക്കാൻ പാടില്ല. അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ കച്ചവടം ചെയ്യുക എന്ന് പറയുന്നത് അത് ഒരുപാട് പ്രയാസങ്ങളുള്ള കാര്യം തന്നെയാണ്. എന്നാൽ കച്ചവടം കൊണ്ട് കിട്ടുന്ന നേട്ടം എന്ന് പറയുന്നത് അത് വലിയ നേട്ടം തന്നെയാണ്. മറ്റു ജോലികളെക്കാളും ഒരുപാട് നേട്ടം കച്ചവടം കൊണ്ട് ലഭിക്കും. നല്ല രീതിയിൽ കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളും ലഭിക്കുമെന്നുള്ള കാര്യവും ഒരു ഭാഗത്തുണ്ട്. മൂന്നാമത്തെ നിഷിദ്ധമായ കാര്യം ബൈഉൽ മുസ്ലിം അലാ ബൈഇ അഖീഹി. ഇതുമായി ബന്ധപ്പെട്ട ഹദീസൊക്കെ പിന്നീട് ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ മേൽ കച്ചവടം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കി മനസ്സിലാക്കാം. ഉദാഹരണത്തിന് മാർക്കറ്റിൽ 2 ഫ്രൂട്ട്സ് കടക്കാരനിരിക്കുന്നുണ്ട്. ഒരാൾ വന്നിട്ട് ഇവിടുന്ന് 1 കിലോ മാങ്ങ അത് 50 റുപ്യക്ക് കച്ചവടമായി വാങ്ങി. അയാൾ എങ്ങനെയാണ് കച്ചവടമാവുക? കച്ചവടമാകുക എന്ന് പറഞ്ഞാൽ മാങ്ങ എടുത്തിട്ടൊരു കവറിലേക്ക് ഇട്ട് എന്നാൽ അത് കച്ചവടമായി. അതൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് വരുന്നുണ്ട്. നമ്മൾ 50 റുപ്യ കൊടുക്കാൻ നേരത്ത് അപ്പുറത്തെ ആൾ പറയാണ് ഞാൻ ഇത് 40 റുപ്യക്ക് തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു സഹോദരൻ കച്ചവടത്തിൽ ഏർപ്പെട്ടാൽ അതിന്റെ മേൽ കച്ചവടം ചെയ്യാൻ പാടില്ല. അത് മറ്റേയാളെ വഞ്ചിക്കുകയാണെങ്കിൽ ശരി. 50 റുപ്യന്റെ സാധനത്തിന് 150 റുപ്യക്ക് വിൽക്കുമ്പോൾ മറ്റേയാളെ കൂട്ടിക്കണ്ടില്ല, അവർക്കത് പറയാം. വഞ്ചിക്കുകയാണെങ്കിൽ ഓക്കെ. അതല്ലെങ്കിൽ ഒരു മാർക്കറ്റ് വില ഉണ്ടാവും, അതിന്റെ മേലെ എന്ത് ചെയ്യാൻ പാടില്ല? കച്ചവടം ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? അതൊരാൾ കച്ചവടം നടന്നുകൊണ്ടിരിക്കുക, ആ കച്ചവടം ഒഴിവാക്കി ഒരാൾ ഇപ്പുറത്തേക്ക് വന്നാൽ പിന്നെ നമുക്ക് വിൽക്കാം. പിന്നെ നമ്മൾ ഇഷ്ടം അത് 50-ന് കൊടുക്കാം, 45-ന് കൊടുക്കാം, എപ്പോൾ ആണെങ്കിൽ നമുക്ക് കൊടുക്കാം. പക്ഷെ ഒരാൾ കച്ചവടം നടക്കുമ്പോൾ അതിന്റെ മേലെ വിൽക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ ഒരാൾ കച്ചവടത്തിൽ ഏർപ്പെട്ടു, ആകെ 1 കിലോ മാങ്ങ. മാങ്ങന്റെ കാര്യത്തിലും ചിലപ്പോൾ അത് സ്യൂട്ടാവില്ല. ഒരു കാറുള്ള നല്ലൊരു കാറാണ്, ഇയാൾ ഏകദേശം കച്ചവടത്തിൽ ഏർപ്പെട്ടു, 10 ലക്ഷത്തിന് ഏർപ്പെട്ടു, റെഡിയായി നിൽക്കുമ്പോൾ വേറൊരാൾ വന്നിട്ട് ഇടയിൽ പറഞ്ഞു ഞാൻ ഇതാ 10 ലക്ഷത്തിന്റെ കൂടെ ഒരു 50,000 കൂടി 10.5 ലക്ഷം ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് ഇയാൾക്കും ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല. അത് ബയ്യറിനാകട്ടെ സെല്ലറിനാകട്ടെ അതിന്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ആ കച്ചവടം മുടക്കാൻ പാടില്ല. പ്രത്യേക ഹദീസുകളുണ്ട്. ഹദീസൊക്കെ പിന്നീട് ഇൻഷാ അല്ലാഹ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ഞാൻ ചില അവസ്ഥകൾ പറയും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലേ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന്റെ ചോദ്യം ഇത്രയാണ്: മൽ ഹുക്മു ഫിൽ ഉഖൂദിൽ ആതിയ. താഴെയുള്ള ഈ പറയുന്ന കോൺട്രാക്റ്റിന്റെ വിധി എന്താണ്? അത് സഹീഹ് അല്ലെങ്കിൽ എന്താണ് അതിലുള്ള പ്രശ്നം? ഇതാണ് നിങ്ങൾ പറയേണ്ടത്. ഇത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത് എളുപ്പമല്ലാത്തൊരു കാര്യമായതുകൊണ്ടാണ് അങ്ങനെയുള്ളത്. ഞാൻ അറബിയിലാണ് ക്വസ്റ്റ്യൻസ്, ഞാനത് മലയാളത്തിലേക്ക് പെട്ടെന്ന് പറയാം. ഒരു വ്യക്തി, ഇതിലുള്ളത് ആളുടെ പേരൊക്കെ തന്നെ വായിക്കാം. അബൂബക്കർ എന്നുള്ളൊരു വ്യക്തി, അയാൾ അമ്രിന് എന്ത് ചെയ്യാണ്? വിൽക്കുകയാണ്. അത് എങ്ങനെയാണ് വിൽക്കുന്നത്? അയാൾ നിർബന്ധമായി നീ ഇത് വാങ്ങിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് അമ്രിന്റെ കഴുത്തിന് കൈവച്ച് എന്ത് ചെയ്തിട്ടാണ് വിൽക്കുന്നത്? ആ വാൾ വെച്ചിട്ടാണ് വിൽക്കുന്നത്. ഈ കച്ചവടം സഹീഹാണോ അല്ലേ എന്നുള്ളതാണ് ചോദ്യം. എന്താണത്? സഹിയാണോ? എന്തുകൊണ്ട്? എന്ത് ഷർത്താണ് അവിടെ പാലിക്കപ്പെടാത്തത്? നിർബന്ധിത അവസ്ഥയിലേക്കാണ്. നമ്മൾ പറഞ്ഞു റാദിൻ ഗൈർ മുക്രഹായിരിക്കണം. ഇവിടെ മുക്രഹാണ്, നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥ പാടില്ല. ഇനി ഖാലിദിന്റെ ഫോണ് മോഷ്ടിക്കപ്പെട്ടു. ഖാലിദിന്റെ ഫോണ് മോഷണം പോയി. അപ്പോ ഖാലിദിന്റെ വലിയൊരു ഫോണാണ്. ഇപ്പൊ ഐഫോൺ അയാൾ നഷ്ടപ്പെട്ടു, 1 ലക്ഷം റുപ്യന്റെ ഫോൺ നഷ്ടപ്പെട്ടു. അപ്പോൾ സുഹൃത്തായ ഹസ്സന് ഭയങ്കര സങ്കടമായി. അപ്പൊ അവൻ വിചാരിച്ചു ഇനി പ്രയാസത്തുനിന്ന് ഇതാക്കാൻ വേണ്ടി അവനോട് പറഞ്ഞു ഞാനിതാ ഇതൊരു 70,000 നിന്റെ അടുത്ത് വാങ്ങിയിരിക്കുന്നു. ഈ കച്ചവടം ശരിയാകുന്നോ? ഇല്ല. എന്തുകൊണ്ടാണ് ശരിയാവാത്തത്? ഇവിടെ നമ്മൾ പറഞ്ഞു ഈ വസ്തു എന്തായിരിക്കണം? മഖ്ദൂറുൻ തസ്ലീമി, കൊടുക്കാൻ പറ്റണം. അവന്റെ കയ്യിൽ സാധനമില്ല, അത് മോഷ്ടിക്കപ്പെട്ട വസ്തുവാണ്. അപ്പൊ എപ്പോഴാണ് കിട്ടുന്നത്? അപ്പൊ എനിക്ക് മതി എന്ന് ഞാൻ പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. വേറൊരു വ്യക്തി, അവൻ ചെറിയ കുട്ടിയാണ്, 6 വയസ്സാണ്. അവന്റെ ഉപ്പയിൽ നിന്നും അനന്തര സ്വത്ത് കിട്ടി. അവൻ കിട്ടിയ വസ്തു 1 ലക്ഷം റിയാലിന് അല്ലെങ്കിൽ 1 ലക്ഷം രൂപക്ക് അവനത് വിറ്റു. സെയ്ദ് എന്ന് പറയുന്ന ഒരാൾക്ക് വിറ്റു. സഹിയാണോ അല്ലേ? എന്തുകൊണ്ട്? അവൻ ചെറിയ കുട്ടിയാണ്. നമ്മൾ പറഞ്ഞു ജായിസ് തസറുഫ് എന്നാണ് അതിന്റെ അറബിയിൽ പറയാ. അവൻ ഗൈർ ജായിസ് തസറുഫാണ്. അതുകൊണ്ട് ലാ യസ്തിഹ്, അത് കച്ചവടം ശരിയല്ല. ഇനി ഫായിസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അവൻ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന വ്യക്തിയായിരുന്നു. അൽഹംദുലില്ലാഹ് അവൻ തൗബ ചെയ്തു. സംഗീതം നിഷിദ്ധമാണെന്ന് മനസ്സിലായി. സംഗീത പരിപാടികളോ സംഗീതമൊന്നും പാടില്ല. അവൻ നേരെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്ന ആളാണ്. അങ്ങനെ പരിപാടിക്കൊക്കെ പോയ ആളാണ്. അവന്റെ കയ്യിൽ
മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ഗിറ്റാർ, വയലിനൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കുക. മആസിഫ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവൻ എന്ത് ചെയ്തൊരു കാര്യം ചെയ്ത് ഏതായാലും തൗബ ചെയ്ത് മടങ്ങാണ്. ഇതെല്ലാം കൂടി ഞാനൊരു 5000 റുപ്യക്ക് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ കച്ചവടം ശരിയാണോ അല്ലേ? തൗബ ചെയ്തിട്ടുണ്ട്, എന്നാലും പറ്റൂല അല്ലേ? കാരണം വിൽക്കുന്ന വസ്തു തന്നെ എന്താണ്? നിഷിദ്ധമായ വസ്തുവാണ്. തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെന്താ ചെയ്യേണ്ടതിന്? ഇത് അടിച്ച് പൊളിക്കുക എന്നല്ലാതെ ഇതിനെ കൊണ്ട് വേറൊരു ഉപകാരമില്ല. ഇത് നിഷിദ്ധമായ അസ്ലിയായ നിഷിദ്ധമായ സാധനമാണ്. മ്യൂസിക്കിനെ കൊണ്ട് ഹലാൽ മ്യൂസിക് ഉണ്ടാക്കാനൊന്നുമില്ല, മനസ്സിലായില്ലേ? ഇത് നിഷിദ്ധമാണ്. അപ്പൊ എന്ത് ചെയ്യണം? അത് ഒഴിവാക്കാൻ, അത് പൊളിക്കുക എന്നുള്ളതേ പറ്റുള്ളൂ. വേറെ വഴി വലിയ 10 ലക്ഷത്തിന്റെ പിയാനോണ്, ഞാൻ ഇപ്പൊ എന്താ ചെയ്യാന്ന് ചോദിക്കണ്ട. തൗബ ചെയ്തതിനാൽ ഇനി തൗബ ചെയ്യാൻ ആർക്കും അതൊരു തടസ്സമാവരുത്. എൻ്റെ ഇത്ര വലിയ വസ്തുവൊക്കെ ഞാൻ ഇപ്പൊ എന്താ ചെയ്യുക എന്ന് വിചാരിച്ചിട്ട്. കാരണം പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആരെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടി ഒരു കാര്യം ഒഴിവാക്കി അള്ളാഹു അതിനേക്കാളും ഖൈർ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നുള്ളത് യാതൊരു സംശയവും ഇല്ല. ഇനി വേറെ ഒരു കച്ചവടം, ഒരാളൊരു ബത്തക്ക വിറ്റു, അതിൻ്റെ ഉള്ളിലുള്ള വസ്തു എന്താണെന്ന് അറിയാതെയാണ് വിറ്റത്. ആ കച്ചവടം ശരിയാകുമോ? ഉള്ളിലുള്ള വസ്തു അറിയില്ല, മാലൂമായിരിക്കണ്ടേ? ശരിയാകും ഇല്ലേ? നിബന്ധനപ്പെട്ടതാണ് ഉള്ളിൽ അറിയണം എന്നുള്ളത്, മാലൂമായിരിക്കണം. നമ്മൾ പറഞ്ഞ അസ്ല അതാണ്. പക്ഷേ എന്തുണ്ട്? അൽ ജഹാലത്തുൽ മുഖ്തഫർ ഉണ്ട്. ഇങ്ങനെയുള്ള ലറൂറത്തിലെ ഹാജത്തായ ചില വസ്തുക്കൾ നമുക്ക് അറിയാൻ പറ്റൂല, അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഇനി വേറൊരാൾ ഒരു ആടിനെ വിറ്റു, പ്രസവിക്കാനായ ആടാണ്. അതിന്റെ ഉള്ളിലുള്ള കുട്ടിയെ കുറിച്ചിട്ടുള്ള വിവരമൊന്നും അറിയാതെയാണ് മറ്റയാൾ വാങ്ങിയത്. ഈ കച്ചവടം ശരിയാകുമോ? ശരിയാകും. നമ്മൾ പറഞ്ഞു എന്താണ് അവിടെ ഫി ഗൈരിൽ മഖ്സൂദി അസാലത്ത്, നമ്മൾ എന്താണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് ആടാണ്, ഉള്ളിലുള്ള കുട്ടിയല്ല. അപ്പൊ കുഴപ്പമില്ല. എന്നാൽ വേറൊരാൾ കച്ചവടം ഉള്ളിലത്തെ കുട്ടിയെ കച്ചവടമാക്കുകയാണ്. ഈ ആടും കുട്ടിയും കൂടിയിട്ട്, ആട് മാത്രമാണെങ്കിൽ 15,000, ആട് കുട്ടിയും കൂടി ഞാൻ വിൽക്കുകയാണ് 20,000. അത് പാടുണ്ടോ? പാടില്ല. കാരണം കുട്ടിയെ വെക്കാൻ പാടില്ല. കാരണം കുട്ടിയെ അവിടെ എന്താണ് മരിച്ചിട്ടാണ് പുറത്തു വരിക, അതെന്താ അവസ്ഥയാണ് ഒന്നും അറിയില്ല. അപ്പൊ അത് കച്ചവടമാക്കാൻ പാടില്ല. ഒരാൾ ഒരു ബുക്ക് ഷോപ്പിൽ പോയി, എന്നിട്ട് അവിടെ പോയി ഒരു 20 റുപ്യ കൊടുത്തിട്ട് ദിക്റിന്റെ ഒരു ബുക്ക് 20 റുപ്യ അവിടെ വെച്ചിട്ട് കച്ചവടക്കാരൻ കാണുന്നുണ്ട്. ദിക്റിന്റെ ബുക്ക് ഇങ്ങടുത്ത് തിരിച്ചു വരുന്നത് ഹിസ്നുൽ മുസ്ലിം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് എടുത്തിട്ട് ഒന്നും ഈജാബുൽ കബൂലും ഇല്ല, അതായത് വാങ്ങ് വിറ്റു എന്നൊന്നും പറയുന്നില്ല. അയാൾ കാണുന്നുണ്ട്, അയാൾ 20 റുപ്യ അവിടെ വെച്ചു ബുക്ക് എടുത്തിട്ട് വന്നു. ഈ കച്ചവടം ശരിയാകുമോ? ഇല്ലേ? ശരിയാകും. നമ്മൾ പറഞ്ഞല്ലേ 2 രൂപത്തിൽ കച്ചവടം നടത്താം. ഒന്ന് അത് കൗലിയാണ് പറഞ്ഞിട്ട്, 2 ഫിഅലിയാണ്, അയാൾ കാണുന്നുണ്ട്, അങ്ങനെയും കച്ചവടം നടത്താം. അത് അനുവദനീയമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരി, അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഇനിയും നമുക്ക് അടുത്ത ആഴ്ച ഇതിന്റെ ബാക്കി ഇതേപോലെ അടിസ്ഥാനങ്ങളുണ്ട്, അതിനുശേഷമാണ് നമ്മൾ ഹദീസിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. നമ്മൾ ഓരോ ക്ലാസ്സിലും പറയുന്ന കാര്യം എന്താണ് എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ക്ലാസ്സിന് ശേഷം ചോദിക്കാവുന്നതാണ്. കാര്യങ്ങൾ ഈ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഹദീസുകളിൽ പറയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു